പ്രഭാഷണത്തിനായി കൺവെൻഷൻ സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ അജിത് നാരായണനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രോഗം, മരുന്ന്, ഭക്ഷണം എന്ന ഇന്നത്തെ ഈ ശാസ്ത്ര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ജനകീയാരോഗ്യ പ്രവർത്തനവുമായ ഡോക്ടർ കെ പി അരവിന്ദൻ സാറാണ്. അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് വാക്സിൻ ശാസ്ത്രീയ അവലോകനം എന്ന വിഷയത്തിൽ ക്ലാസ് അവതരിപ്പിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ രണ്ടാമത്തെ ക്ലാസ് അശാസ്ത്രീയ ചികിത്സാ രീതികൾ എന്ന വിഷയത്തിൽ ഡയബറ്റിക് അസോസിയേഷൻ പാലക്കാട് പ്രസിഡന്റും ഫിസിഷ്യനുമായ ഡോക്ടർ അരുൺ വിഷയം അവതരിപ്പിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മൂന്നാമതായി ജൈവകൃഷി മിഥ്യയും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അധ്യാപകനായ ഡോക്ടർ കെ എം ശ്രീകുമാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഭക്ഷണം, മരുന്ന്, കപടജ്ഞാനവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം രക്ഷാധികാരിയായ ഡോക്ടർ സി വിശ്വനാഥൻ ക്ലാസ് എടുക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് വിഷയം അവതരിപ്പിക്കാനായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി അരവിന്ദൻ സാറിനെ ക്ഷണിച്ചു. ആദ്യമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറയുന്നു. ഇവിടെ അന്തരീക്ഷം ശുദ്ധീകരിക്കാനുള്ള ശബ്ദ ഇതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുള്ള അതും നല്ല കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരാൾ വീണ്ടും വന്ന് ഈ ലോകം കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത വളരെ അതിശയകരമായ ഒരു സയൻസ് ഫിക്ഷൻ ലോകത്തിൽ വന്നിറങ്ങിയ പ്രതീതിയാണ് ഉണ്ടാവുക. കാരണം ഇന്ന് നമ്മൾ ശാസ്ത്രം ഉണ്ടാക്കിയെടുത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇൻ്റർനെറ്റ് മുതൽ മൂലകോശങ്ങൾ കൊണ്ട് കാണിക്കുന്ന വളരെ വലിയ അത്ഭുതങ്ങൾ, മായാജാലങ്ങൾ, ഏതെങ്കിലും ഒരു കോശം എടുത്ത് അതിൽ നിന്നൊരു മുഴുവൻ ജീവിയെ ഉണ്ടാക്കുന്ന ക്ലോണിങ് പോലുള്ള സാങ്കേതിക വിദ്യകൾ, ഏത് കോശമെടുത്താലും അത് മറ്റ് ഒരു മൂലകോശമെടുത്ത് അത് ഹാർട്ടിൻ്റെ മസിലോ അല്ലെങ്കിൽ മറ്റ് നാഡീകോശങ്ങളോ ഒക്കെ ആക്കി മാറ്റുന്ന വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ, നാനോ ടെക്നോളജിയുടെ പുതുതായി വരുന്ന കൊച്ചു കൊച്ചു മെഷീൻസ് പോലെയുള്ള നാനോ മെഷീനുകൾ ശരീരത്തിനുള്ളിലൊക്കെ പോയി പ്രവർത്തിക്കാൻ കഴിയുന്നവ, ഏത് ജീവിയിൽ നിന്നും ജനിതക വിവരങ്ങൾ മുറിച്ചെടുത്ത് മറ്റൊരു ജീവിയിലേക്ക് മാറ്റി ആ ജീൻ, ഒരു ജീവിയിൽ നിന്ന് എടുത്ത ജീൻ വേറൊരു ജീവിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന കഴിവ്, സാങ്കേതിക വിദ്യകൾ, ഇങ്ങനെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരത്തിലാണ്, സിവിലൈസേഷൻ ഓഫ് സയൻസ് ഉണ്ടാക്കിയെടുത്ത ഒരു സിവിലൈസേഷൻ, അതിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ലോകമെമ്പാടും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും
ഈ സയൻസിൻ്റെ അത്യത്ഭുതങ്ങൾ നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിത്യോപയോഗത്തിൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൽഫോണിൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ തന്നെ, ഒരു സെൽഫോണിൽ എത്ര കണ്ട് സയൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് നമ്മൾ എഴുതി ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീരാത്ത അത്ര നീളത്തിലുള്ളൊരു ലിസ്റ്റാണ് അതിനകത്തുള്ള സയൻസ്. വെറും സാങ്കേതിക വിദ്യയല്ല, ഈ സാങ്കേതിക വിദ്യ കൂടിച്ചേരുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ കൂടിച്ചേരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ അതിൻ്റെ പിന്നിൽ ഓരോന്നിൻ്റെ പിന്നിൽ ശാസ്ത്രമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ വിപുലമായ ഒരു അറിവിൻ്റെ വളരെ വിപുലമായൊരു ലോകം. അതാണ് ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് ജന്മം നൽകുന്നത്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻസ്, ഒരു സെൽഫോൺ എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ഗൂഗിൾ മെഷീൻ ഉണ്ടെങ്കിൽ പൈസ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്ത് അതിൻ്റെ അടുത്ത് പോയി പിടിച്ചാൽ മതി. ഈ ഫോണ് പറയും കാശ് തരാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പണം എടുക്കാൻ വേണ്ടി. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻസ്. GPS ടെക്നോളജി, നമ്മളൊരു റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണെന്ന് അറിയുന്ന ടെക്നോളജി ആ ഫോൺ എടുത്ത് അതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ തന്നെ പ്രവർത്തിക്കുന്നത് ബഹിരാകാശത്തിലുള്ള സാറ്റലൈറ്റ്സുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പൊസിഷൻ കൃത്യമായി പറയുകയും ലോകത്തിൻ്റെ കൃത്യമായ മാപ്പുകളിലേക്ക് ഈ കോർഡിനേറ്റ്സ് വെച്ചുകൊണ്ട് കൃത്യം നമ്മൾ എവിടെയാണെന്ന് പറയുകയും ചെയ്യുന്ന വളരെ വളരെ അത്ഭുതകരമായ, പക്ഷേ സത്യം പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നോളജിയാണ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഫോണിനകത്തുള്ള പദാർത്ഥങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് ലിസ്റ്റ് എടുത്താൽ, മൂലകങ്ങൾ മാത്രം ഈ പറയുന്ന ഇത്രയും അധികം വസ്തുക്കൾ, മൂലകങ്ങളും അല്ലാതെയുള്ള പ്ലാസ്റ്റിക്കും ഗ്ലാസും റബ്ബറും പലതരം എലിമെൻസും മെറ്റൽസും നിരവധി ഇതിൽ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഇരുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ശാസ്ത്രമുണ്ട്. ഇരുമ്പിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ, ഇരുമ്പിൻ്റെ കോമ്പൗണ്ട്സ്, അതിൻ്റെ റിയാക്ഷൻസ്, അത് ഉണ്ടാക്കുന്ന രീതി, ഖനനം ചെയ്യുന്ന രീതി, അത് കഴിഞ്ഞ് സംസ്കരിക്കുന്ന രീതി, ഇതിൻ്റെ പിന്നിൽ എത്ര വർഷത്തെ അറിവ്. ഓരോന്നെടുത്താലും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ പറയാനുണ്ടാവുന്നതാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ ടെക്നോളജി മാത്രമല്ല, അതിന് പിന്നിൽ ഉള്ള ഉൾക്കാഴ്ചകളുള്ള മനുഷ്യർ. ഇപ്പോൾ മെൻ്റലീവ് കൃത്യമായിട്ട് കുറേ മൂലകങ്ങൾ അറിയാമായിരുന്നു. ആ മൂലകങ്ങൾ അതിൻ്റെ വെയ്റ്റും എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഈ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി, ആ മെൻ്റലുണ്ടാക്കിയ ടേബിൾ മുകളിലാണ് അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആ പതിപ്പിൽ തന്നെ എങ്ങനെ ഇത് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സമാനമായ രീതിയിലുള്ള ക്ലോറിനും ബ്രോമിനും അയഡിനും ഫ്ലൂറിനും എല്ലാം ഒരുമിച്ച് വരുന്നത് എങ്ങനെ, പൊട്ടാസ്യം സോഡിയവും എല്ലാം എങ്ങനെ ഒന്നിച്ചു വരുന്നു, ആ രീതിയിലുള്ള ആ ഉൾക്കാഴ്ചകളാണ് സയൻസ് എന്ന് പറഞ്ഞാൽ വെറും കുറേ വിരസമായ കുറേ ഫാക്ട്സ് അല്ല, വലിയ ഉൾക്കാഴ്ചകളിൽ നിന്ന് വരുന്ന അറിവുകളാണ്. ആ അറിവിൻ്റെ ആ ഉൾക്കാഴ്ചയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മെൻ്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ. അതിൽ തന്നെയുള്ള ഓരോ മൂലകത്തിനും ഓരോ ശാസ്ത്രത്തിൻ്റെ കഥ പറയാനുണ്ടാവും. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണിത്. ഡിനോസറുകളുടെ അന്ത്യത്തെപ്പറ്റി ഒരുപാട് തിയറികളുണ്ടായിരുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് 60 ദശലക്ഷം വർഷം മുമ്പ് പെട്ടെന്നെന്ന് പറഞ്ഞാൽ 2 ദിവസം ഒറ്റ ദിവസമല്ല, ഒരു ബോംബിടുന്ന മാതിരിയുള്ള പെട്ടെന്നല്ല, ആ വളരെ വലിയ കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ ഒരു കാലത്തിനുള്ളിൽ എങ്ങനെ ഡൈനോസോറുകളെല്ലാം തന്നെ ഇല്ലാതായി എന്നുള്ളതിനെപ്പറ്റി പലതരം കഥകളുണ്ടായിരുന്നു. ചൂട് കൂടിയത് കൊണ്ടാണെന്നും അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊന്നും കൃത്യമായിട്ട് ഇത് വിശദീകരിക്കാൻ പ്രാപ്തമായിരുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ രണ്ട് ശാസ്ത്രജ്ഞർ അച്ഛനും മകനുമായിട്ടുള്ള ലൂയിസ് അൽവാരസും വോൾട്ടർ അൽവാരസും എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞർ. വോൾട്ടർ ഈ ഇതിന് വേണ്ടി പഠിക്കുന്ന പാലിയന്റോളജിസ്റ്റാണ്, അച്ഛൻ ഒരു ഫിസിസിസ്റ്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇതിനെപ്പറ്റി പഠിച്ചത് ഒരു പ്രത്യേകമായ കണ്ടെത്തൽ നടത്തിയത് 60 ദശലക്ഷം മുമ്പുള്ള പാറകളിൽ പല സ്ഥലത്തും 60 ദശലക്ഷം മുമ്പുണ്ടായിട്ടുള്ള പാറകളിൽ ആ കാണുന്ന വെള്ള വര മാതിരി ഒരു പ്രത്യേക ഡെപ്പോസിറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിരുന്നു. ആ ഡെപ്പോസിറ്റ് എടുത്ത് അത് പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ വളരെ കൂടുതലായി ഇറിഡിയം എന്ന മൂലകം വളരെ വലിയ തോതിലുണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും ഇറിഡിയം ഇത്ര തോതിലില്ല. ഇറിഡിയം പക്ഷെ വളരെ കൂടുതലുള്ളത് ഉൽക്കകളിലാണ്, മീറ്ററൈറ്റുകളിലാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു തിയറി 60 ദശലക്ഷം വർഷം മുമ്പ് വളരെ വലിയ ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ പരിണിത ഫലങ്ങളായിട്ട് പുറത്തോട്ട് പോയിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഭാഗമായി വന്ന പൊടിപടലങ്ങൾ മുകളിലോട്ട് പോയി സൂര്യരശ്മികളെ ഏതാനും വർഷങ്ങളോളം തടഞ്ഞ് നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടാവുകയും വളരെ വലിയ ജീവികളായ ഡൈനോസോറുകളെല്ലാം ഇല്ലാതാവുകയും ചെയ്തു. എല്ലാ ഡൈനോസോറുകളും ഇല്ലാതായിട്ടില്ല, കാരണം അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന ഡൈനോസോറുകളിൽ നിന്നാണ് പക്ഷികൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു തിയറി, ഇതാണ് ആ സയൻസിൻ്റെ അറിവ് കണ്ടെത്തുന്ന രീതിയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന തിയറികളാണ്. അത് എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, അത് തെറ്റുപറ്റിയേക്കാം. അങ്ങനെയാണെങ്കിൽ പുതിയ മറ്റൊന്നിലേക്ക് പോകുന്ന ആ ഒരു ശാസ്ത്രത്തിൻ്റെ രീതി ആണത്. അപ്പം അങ്ങനെ കണ്ടെത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഉൽക്ക പതിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കാണണ്ട, അതിൻ്റെ ബാക്കി കാണണമെന്നുണ്ടല്ലോ. അതും പിന്നീട് കണ്ടെത്തി മെക്സിക്കോനടുത്തുള്ള ഒരു പ്രദേശത്ത് കാണുന്ന ആ വളരെ വലിയ ക്രേറ്റർ, അത് കൃത്യം ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ പതിച്ച ഒരു ഉൽക്കയുടെ അവശിഷ്ടമാണെന്നുള്ളത്. എന്നാൽ ഈ മൊബൈൽ ഫോണ് നമുക്കുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇത്രമാത്രം ശാസ്ത്രം ഉണ്ടെങ്കിലും നമ്മളിത് നിത്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേക ചിന്താ രീതിയുടെ ഒരു പരിണിത ഫലമാണിതെന്നുള്ളത് എത്ര പേര് ആലോചിക്കുന്നുണ്ട്? അതിന് പകരം നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ടർ ജാതകവും വേദമന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണം എന്നുള്ള ആ കൃത്യമായി ഇങ്ങനെ ചൊല്ലിയാൽ മാത്രമേ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ഇതിനൊക്കെ ഉപയോഗിക്കുകയും ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഒട്ടും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ശാസ്ത്രം ഇങ്ങനെ വളരെ മെൻഡലീവിനെ പോലെ, ഡാർവിനെ പോലെ, ഐസക് ന്യൂട്ടനെ പോലെയുള്ള വളരെ വലിയ ശാസ്ത്രജ്ഞരുടെ കഴിവ് കൊണ്ടാണോ ഈ ശാസ്ത്രം ഉണ്ടായത്? അതോ സയൻസ് എന്ന ഒരു ചിന്താരീതിയുടെ നേട്ടങ്ങളാണ്? ഈ ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർത്തപ്പെടാം. പലപ്പോഴും നമ്മൾ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കാനാണ് നമ്മളെ ശീലിപ്പിക്കുന്നത്. സെലിബ്രിറ്റീസിനെ ഉണ്ടാക്കുകയും വ്യക്തികളെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതും ചിന്തകളെ അടക്കി വയ്ക്കുക എന്നുള്ളതുമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. ഇതൊരു ചിന്താ രീതിയുടെ ഫലമായിട്ടുണ്ടായതാണ്. ഡാർവിൻ ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ഡാർവിൻ തീർച്ചയായിട്ടും മറ്റൊരാൾ ഇത് തന്നെ പറയാമായിരുന്നു. അത് പലരും ഡാർവിൻ്റെ ഈ ഇവല്യൂഷൻ സിദ്ധാന്തം, നാച്ചുറൽ സെലക്ഷൻ്റെ സിദ്ധാന്തം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഹക്സ്ലിയാണ് തോന്നുന്നു പറഞ്ഞത്, ഞാനിത് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ആലോചിച്ചില്ല. കാരണം അത്ര ലളിതമായ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ന്യൂട്ടൻ ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു ആൾ ആ തിയറിയുമായിട്ട് വരുമായിരുന്നു. എന്താണ് ഈ ചിന്താ രീതി എന്ന് നോക്കിയാൽ, ഒന്ന്, ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ പറയാം, ശാസ്ത്രം
തികച്ചും ഭൗതികവാദപരമായിട്ട് മെറ്റീരിയലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ്. അതിന് യാതൊരു വിധത്തിലുള്ള സ്പിരിച്വൽ ഇതിനും ഒന്നും തന്നെ ഒരു സ്ഥാനവും ശാസ്ത്രത്തിന്. ശാസ്ത്രം അങ്ങനെ വേറെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ശാസ്ത്രം എന്ന് പറയുന്നത് വാദപരമായിട്ടുള്ള ചിന്താഗതിയാണ്. ഇതിലുള്ള ശാസ്ത്രത്തിൻ്റെ അറിവുകൾ അനുഭവജ്ഞാനത്തിലൂടെ എംപെരിക്കലായിട്ട് നമ്മൾ നേടുന്ന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നേടുന്ന വിവരങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് ശാസ്ത്രത്തിലുള്ള എല്ലാ തിയറീസും ഉണ്ടാക്കപ്പെടുന്നത്. അല്ലാതെ ഉണ്ടാക്കുന്ന തിയറി ഉണ്ടെങ്കിൽ തന്നെ, എംപെരിക്കൽ അല്ലാത്ത തിയറി ഉണ്ടെങ്കിൽ തന്നെ, അത് ഇപ്പോൾ ന്യൂട്ടൻ്റെ റിലേറ്റിവിറ്റി, അത് എംപെരിക്കലായി ടെസ്റ്റ് ചെയ്യപ്പെടണം, പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ. റിലേറ്റിവിറ്റി പൂർണ്ണമായിട്ടും ലോകം അംഗീകരിക്കുന്നത് എഡിങ്ടൺ 1919 നടത്തിയ പരീക്ഷണങ്ങളോട് കൂടിയാണ്. അപ്പോൾ അത് ശരിയാണെന്ന് തെളിയിക്കപ്പെടണം. അറിവുകളെല്ലാം പരസ്പര ബന്ധിതമായിരിക്കണം. ബയോളജിയിൽ ഇതിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കെമിസ്ട്രിയിൽ പറയുന്ന വേറൊന്ന്, അങ്ങനെയല്ല. ഏത് ശാസ്ത്രമാണെങ്കിലും അത് തമ്മിൽ ബന്ധപ്പെടണം. ഇതുമായിട്ട് ശാസ്ത്രമായിട്ട് ഒരു ബന്ധമില്ലാതെ ഞാനിത് പറയുന്നു എന്നിട്ട് പറയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൽ. നിങ്ങളുടെ ശാസ്ത്രം അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ ചില ചികിത്സാ രീതികളെ പറ്റി പറയുമ്പോൾ അവർ പറയും ഇത് ശാസ്ത്രീയമായിട്ട് വിശദീകരണമൊന്നുമില്ല, കെമിസ്ട്രി പ്രകാരമൊന്നും പറയാൻ പറ്റില്ല. കാരണം മോളിക്യൂൾ ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് പോകുമ്പോൾ അവസാനം 330D ഡയലൂഷൻ എത്തുമ്പോൾ അതിനകത്ത് ഒരു മോളിക്യൂൾ പോലും ഉണ്ടാവില്ല. പക്ഷേ അപ്പോൾ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, സയൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പരസ്പര ബന്ധിതമായി വിവിധ തരം ശാസ്ത്രശാഖകൾ തമ്മിൽ ഈ വിവരങ്ങളൊക്കെ ഒന്നിക്കണം. ഇവല്യൂഷണറി സിദ്ധാന്തത്തിലൊക്കെ അതാണ് എൻ്റെ ഏറ്റവും വലിയ മികവ്. നിങ്ങൾ പാലിയൻറ്റോളജി വഴി ആയാലും ഇന്ന് മോളിക്കുലർ ബയോളജി വഴി ആയാലും എന്ത് തരം ഒരു വ്യത്യസ്തമായ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ ജിയോളജിയുടെ കാര്യങ്ങളും ഇതെല്ലാം തന്നെ പരസ്പരമായിട്ട് കോർത്തിണക്കി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹോളാണ്. അതാണ് ശാസ്ത്രത്തിൻ്റെ വലിയൊരു രീതി. ഗണിതത്തിൻ്റെ യുക്തിയുടെ ഉപയോഗം, തെറ്റോ ശരിയോ എന്ന് പരീക്ഷ നിരീക്ഷണങ്ങൾ കണ്ടെത്താൻ സാധ്യതയുള്ള ടെസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഫോൾസിഫയബിലിറ്റി എന്ന് പറയുന്ന കാര്യം, തെളിവില്ലാത്ത ഒന്നും തന്നെ ഒരു സയൻറ്റിഫിക് തിയറിയായി മാറുന്നില്ല. ഇതൊക്കെയാണ് ശാസ്ത്രത്തിൻ്റെ പൊതുവിലുള്ള രീതികളെ പറ്റി പറയുകയാണ്. ഇങ്ങനെയുള്ള ശാസ്ത്രമൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും എനിക്ക് ഫ്രീ തിങ്കേഴ്സിനെ വളരെ വലിയ ബഹുമാനമുണ്ട്. കാരണം ഫ്രീ തിങ്കേഴ്സിൻ്റെ ഫോറത്തിലുള്ള സൈറ്റിൽ സ്ഥിരമായിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് വി കെയിം ഫ്രം മങ്കീസ് വൈ ദർ ആർ സ്റ്റിൽ മങ്കീസ് എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് പല ആൾക്കാരും വീണ്ടും വരുന്നു. അതിനൊക്കെ വളരെ ക്ഷമയോടെ ഉത്തരം പറയുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്നുള്ളതാണ് എനിക്കുള്ള വലിയൊരു ബഹുമാനം. എനിക്ക് ഒരിക്കലും ആ ക്ഷമ ഉണ്ടാവാറില്ല. ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ശാസ്ത്രം വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. മങ്കീസിൽ നിന്ന് നേരെ വരുന്നതല്ല മനുഷ്യനെന്നും ഒരു പൂർവികനിൽ നിന്ന് വരുന്ന നമ്മുടെ സമാനമായി തന്നെ ഇവല്യൂഷണറിലി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ചിമ്പാൻസിയും നമ്മൾ ചിമ്പാൻസിയേക്കാൾ കൂടുതൽ മുന്നിലൊന്നും അല്ല ഇവല്യൂഷണറായിട്ട്. രണ്ടുപേരും രണ്ട് കൊമ്പിലിരിക്കുന്ന രണ്ട് ആൾക്കാരാണ്. ഒരു അമീബ ആയാലും അത് വേറൊരു കൊമ്പിലിരിക്കുന്ന അതിൻ്റേതായ ആ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു എക്കോളജിക്കൽ നീഷിൽ ഇരിക്കുന്ന ജീവികൾ. ഇന്നിപ്പോൾ ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ, തെളിവുകൾ, അതാണ് പ്രധാനം. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ മറ്റ് ആൾക്കുരങ്ങുകൾ, 5 ആൾക്കുരങ്ങുകളിലുള്ള ഒന്ന് മാത്രമാണ് നമ്മൾ. ഈ 4 ആൾക്കുരങ്ങുകൾക്കും 24 ജോഡി ക്രോമസോമുകളാണുള്ളത്. 5ാമത്തെ ആൾക്കുരങ്ങിനുള്ളത് 23 ജോഡി മാത്രമാണ്. എന്താണ് ഈ വ്യത്യാസം എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഷാറുഖ് ഖാനെ മോശമാക്കി കാണിക്കാനല്ല കേട്ടോ, എനിക്ക് വളരെ എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്, എനിക്ക് ഇഷ്ടമുള്ള ആളാണ്.
എന്താണ് വ്യത്യാസം എന്ന് നോക്കുമ്പോൾ അതിൽ കണ്ടോ, രണ്ടാം ക്രോമസോം, ആ മുകളിലുള്ള പച്ച മനുഷ്യൻ്റെ ക്രോമസോംസ്, ആ രണ്ടാം ക്രോമസോമിന് പകരം രണ്ട് ചെറിയ ക്രോമസോം താഴെ 2A 2B എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട്. ബാക്കിയെല്ലാം സെയിം, വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അതേപോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എന്താ ഒരു തിയറി വരുന്നത്? അതിൽ നിന്ന് വരുന്ന തിയറി ഏതോ മനുഷ്യന് പോകുന്നതിന് മുമ്പുള്ള ഒരു പൂർവികനിൽ ഈ രണ്ട് ക്രോമസോമുകൾ കൂടിച്ചേർന്ന് ഒരു ക്രോമസോമായി എന്നുള്ളതാണ്. അത് ക്രോമസോം ബാൻഡിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് പ്രകാരം നമ്മുടെ ബാർകോഡിങ് എല്ലാം മാതിരി ക്രോമസോമിൻ്റെ കൃത്യമായി ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റും, പ്രത്യേക രീതിയിൽ സ്റ്റെയിൻ ചെയ്ത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടിച്ചേർന്ന ക്രോമസോമുകളും മനുഷ്യൻ്റെ താഴെയുള്ള ആ ക്രോമസോമുകളിലും ഉള്ള ബാൻഡുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് കൂടിച്ചേർന്നതാണ് എന്ന് പറയാൻ വളരെ ശക്തമായിട്ടുള്ള തെളിവാണ്. എന്നിട്ടും അംഗീകരിച്ചില്ലെങ്കിലോ കൂടുതൽ തെളിവുകളിലേക്ക് നോക്കാം. കൂടുതൽ തെളിവെന്ന് പറഞ്ഞാൽ എല്ലാ ക്രോമസോമുകളുടെ അറ്റത്ത് നീല നിറത്തിൽ കാണുന്ന ടീലോമിയർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. ടീലോമിയർ എന്ന് പറഞ്ഞ സീക്വൻസ് നമ്മുടെ ഷൂലേസിൻ്റെ അറ്റത്ത് ഇത് കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പ് ഇടുന്ന മാതിരി രണ്ടറ്റത്ത് രണ്ട് ക്യാപ്പ് പോലെയുള്ള, അത് തേയ്മാനം തടയാൻ വേണ്ടിയുള്ളതാണ് ഈ ടീലോമിയർ എന്ന് അങ്ങനെ വിചാരിക്കാം. ടീലോമിയറിന് പ്രത്യേക രീതിയിലുള്ള സീക്വൻസ് ഉണ്ട്. ഇനി രണ്ട് ക്രോമസോം തമ്മിൽ കൂടി ചേർന്നതാണെങ്കിൽ ഈ വരുന്ന വലിയ ക്രോമസോമിൻ്റെ നടുക്ക് ടീലോമിയറിൻ്റെ സീക്വൻസ് ഉണ്ടാവണം, അല്ലേ? ആ സീക്വൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ചുവപ്പ് കാണുന്നത് സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ ഓരോ ക്രോമസോമിൻ്റെയും നടുക്കോ അല്ലെങ്കിൽ കുറച്ച് നടുവിൽ അപ്പുറത്ത് കുറച്ച് മാറിയുള്ള സെൻട്രോമിയർ, അവിടെയും പ്രത്യേക തരത്തിലുള്ള സീക്വൻസ് ഉണ്ട്. ഇത് കൂടിച്ചേർന്നതാണെങ്കിൽ ക്രോമസോം 2 കൂടിച്ചേർന്നിട്ടുള്ള ആ വലിയ മനുഷ്യൻ്റെ ക്രോമസോമിൽ 2 സെൻട്രോമിയറിക് സീക്വൻസുകളാണ്. ഇത് ടെസ്റ്റബിളാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ പ്രകാരം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൃത്യമായും എക്സാക്ട് പോയിന്റ് അറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ടെസ്റ്റിംഗ് എന്താണ്? നമ്മൾ സയൻസിൽ മറ്റൊരു കാര്യമാണ് പ്രെഡിക്റ്റബിലിറ്റി, പ്രവചനാത്മകത ശാസ്ത്രത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാണണം, അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു വശത്ത് നമ്മൾ എത്തി നിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെ ദൃഢത. പരിണാമം എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം, മറ്റത് വേറൊരു സിദ്ധാന്തം, ഇത് വേറെ സിദ്ധാന്തം, ഇതൊന്നും അല്ല ഇന്നത്തെ സ്ഥിതി. ഇന്ന് വളരെ വളരെ ദൃഢമായ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. എന്നാൽ ഈ തെളിവും ഇതുമെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും മനുഷ്യൻ കുരങ്ങുന്നതാണെങ്കിൽ മറ്റേ കുരങ്ങുകൾ എവിടെ എന്ന് ചോദിക്കുന്ന കാര്യം കൂടെ ഇതിൻ്റെ ഒപ്പം സൈഡ് ബൈ സൈഡായിട്ട് നടന്നു പോകുന്നുണ്ടല്ലോ. എൻ്റെ ഉപ്പാപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കഥ അതിന്ന് വലിയ രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധാരിയുടെ കുട്ടികളായിട്ടുള്ള കൗരവർ മുഴുവൻ സ്റ്റെം സെൽ ടെക്നോളജിയാണ്. സ്റ്റെം സെൽസ് എടുത്തിട്ട് ആ സ്റ്റെം സെൽസ് ഉപയോഗിച്ചുകൊണ്ട് 101 കുട്ടികളെ ഉണ്ടാക്കി. അതാണ് കൗരവർ. ഇത് നമ്മൾ ചിരിച്ച് തള്ളാമായിരുന്നു, ഇത് വെറുതെ ചിരിച്ച് തള്ളേണ്ട കാര്യമുള്ളൂ. പക്ഷെ അങ്ങനെ അല്ല. കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ ഗാന്ധാരി ഗേവ് ബർത്ത് ടു 101 ചൈൽഡ്സ്, അതിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇംഗ്ലീഷും പോട്ടെ, അത് സാരമില്ല, അത് നമ്മൾ അവഗണിച്ചാൽ തന്നെ സയൻസ് ബിഹൈൻഡ് ഇറ്റ്, ആ സയൻസ് ബിഹൈൻഡ് ഇറ്റ് എന്താ? സ്റ്റെം സെൽ ടെക്നോളജി, മൂലകോശം, ആ മൂലകോശത്തു നിന്ന് ഉണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള കഥകൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള കഥകൾ. അത് ആരെങ്കിലും പറഞ്ഞാൽ പോട്ടെ. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ലോകത്തിന് സംഭാവന ചെയ്ത ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേലയിൽ ഇന്ന് ഇരിക്കുന്ന വ്യക്തി ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഇന്ത്യയിൽ പണ്ട് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഗണപതിയുടെ തല.
എനിക്ക് അതിലും സങ്കടമില്ല. ഒരു വിവരക്കേട് ആരൊക്കെ പറയാം, അതിൽ ഇപ്പോൾ നമ്മളതിന് ഇതാക്കണം. പക്ഷേ അതിനേക്കാൾ കഷ്ടം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നുള്ളതും ലോകത്തിന് പ്ലാസ്റ്റിക് സർജറി സംഭാവന ചെയ്തത് ഇന്ത്യ ആണെന്നും സുശ്രുത സംഹിതയിലും മറ്റും കൃത്യമായി റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ മൂക്ക് മുറിച്ച്, പണ്ടത്തെ വലിയൊരു ശിക്ഷയാണ് മൂക്ക് മുറിച്ച് കളയുന്നത്. അപ്പോൾ അതിന് പകരം വേറെ മൂക്ക് പിടിച്ച് വെക്കുന്ന ശസ്ത്രക്രിയയുടെ പറ്റുള്ള വിവരണം നൽകിയിട്ടുള്ള ഒരു രാജ്യത്ത് ആ രീതിയിലുള്ള ജ്യോതിശാസ്ത്രത്തിലും മറ്റും വൈദ്യശാസ്ത്രത്തിലുമൊക്കെ വളരെ വലിയ ശാസ്ത്രം, ഗ്രീസിലുണ്ടായിരുന്ന ഹിപ്പോക്രട്ടസിൻ്റെ സ്കൂളിൽ ഉണ്ടായിരുന്ന വൈദ്യശാസ്ത്രത്തിന് തത്തുല്യമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുൻപിലുള്ള വൈദ്യശാസ്ത്രം ഉണ്ടായിരുന്ന രാജ്യത്തിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം, ഇത് പിന്നീട് ജേണലുകളിൽ ഇന്ത്യൻ പ്ലാസ്റ്റിക് സർജറിയെ പറ്റി വന്നിട്ടുള്ള ലേഖനങ്ങളെ പറ്റിയുള്ള അതിൽ എടുത്താണ് ആ താഴെ കൊടുക്കുന്ന ചിത്രം, അതിൻ്റെ രീതികളെ പറ്റി. അങ്ങനെയുള്ള രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു, ഇത് ഗണപതിയുടെ തലയാണ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുക? ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ ഏത് രീതിയിലും മുമ്പോട്ടും പിന്നോട്ടും ഒക്കെ പോകാൻ പറ്റുന്ന വിമാനത്തെ പറ്റിയൊക്കെ ഒരു പ്രബന്ധം രചിക്കുകയുണ്ടായി, വൈമാനിക ശാസ്ത്രം. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലും മറ്റും വളരെ മുന്നോക്കം പോയിരുന്ന, ഗണിതത്തിലും ഒക്കെ വളരെ മുന്നോട്ടം പോയിരുന്ന ഒരു രാജ്യത്തിൽ സയൻസ് കോൺഗ്രസ് നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പം ഇതിൽ ഏറ്റവും നമ്മൾ നേരിടുന്ന ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റി ഇൻ്റലക്ച്വലിസം, ബൗദ്ധികമായി ഉള്ള എല്ലാ കാര്യത്തിനും എതിരായ, വളരെ ലളിതമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിയാൽ മതി, അല്ലാതെ ആഴത്തിൽ എന്തെങ്കിലും മെനക്കെട്ട് പഠിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന മെസ്സേജാണ് ഇതുവഴി നമ്മൾ പുതിയ തലമുറയ്ക്ക് നൽകുന്നത്. ഒട്ടും പിന്നിലല്ലാത്ത രീതിയിൽ മറ്റ് മതങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ ഇറങ്ങിക്കൊള്ളുക. എല്ലാ എംബ്രിയോളജി മുഴുവൻ ഖുറാനിലുള്ള സൂക്തങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് എംബ്രിയോളജി മുഴുവൻ അറിയായിരുന്നു. ഖുറാനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി പുതുതായിട്ടൊന്നുമില്ല. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഒരു കോശത്തിൽ നിന്ന്, ഇപ്പോൾ ഫെർട്ടിലൈസ് ചെയ്ത ഒരു കോശത്തിൽ നിന്ന് എങ്ങനെ ഒരു ഒരു വ്യക്തി ഉണ്ടാവുന്നു, അതിലെങ്ങനെ ഒരു ഭാഗം തലയാവുന്നു, ഒരു ഭാഗം കാലാവുന്നു, അതിൽ തന്നെ കൃത്യമായി സിമെട്രി വരുന്നു, അസിമെട്രി വരുന്നു, ഇതെല്ലാം തന്നെ അതിനകത്ത് തന്നെ ആ കോശത്തിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ ജീനായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന, സീക്വൻഷ്യലായിട്ട് ആദ്യം ഈ ജീൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇന്നത് സംഭവിക്കുന്നു, ഒരു കോശത്തിൽ കുറേ സാധനങ്ങൾ ഒരു സൈഡിലേക്കും മറ്റതുമായി മാറുന്നു, പിന്നെ മറ്റേ ജീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ കണിശമായ രീതിയിൽ ഇന്ന് ശാസ്ത്രത്തിന് ആ ലെവലിലുള്ള വിശദീകരണങ്ങൾ എത്തിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയെ പറ്റിയാണ് ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ അടർത്തിയെടുത്ത് ഇതിൻ്റെ ഉദ്ദേശം അതായിരുന്നു എന്ന് പറയുന്ന ആൻറ്റി ഇൻ്റലക്ച്വലിസം അതിഭീകരമായ രീതിയിൽ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കും. കണ്ണൂരായതുകൊണ്ട്, കണ്ണൂരാണ് യൂറിൻ തെറാപ്പിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം എന്നങ്ങ് കേട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ലൈഡ് വെച്ചത്. കണ്ണൂരും കോഴിക്കോടും ഭാഗത്താണ് ഈ യൂറിൻ തെറാപ്പി. ഇത് യൂറിൻ തെറാപ്പി കുറേ പേര് മൂത്രം കുടിക്കണം എന്നുണ്ടെങ്കിൽ കുടിച്ചോട്ടെ, അതിനെന്താ ഇപ്പം ഇത്ര വലിയ കുഴപ്പം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ ശാസ്ത്രായത്ത പരിഷത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ കണ്ണൂരിൽ നിന്നൊക്കെയുള്ള ഇവർ വന്ന് പറഞ്ഞ് ഇത് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോട്ടെ, അത് കുറച്ച് പേർക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോടെ. കുറേ കഴിഞ്ഞാൽ ഇതൊരു ഫാഡ്സാണ്, പലതരം ഫാഡുകൾ വരും, ആ ഫാഡ് വരും പിന്നെ പോവും, അതുപോലെ ഒന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് അതൊരു വെറും ഫാഡുകളായി ഇതെല്ലാം തള്ളിക്കളയാൻ പറ്റാത്തത് ഈ പറയുന്ന ഒരു ആൻറ്റി ഇൻ്റലക്ച്വലിൻ്റെ അന്തരീക്ഷം വല്ലാതെ പടർന്നു പിടിക്കുന്ന ഒരു രീതി നടക്കുന്നത്. കാരണം സയൻസ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല. കുറേ കാര്യങ്ങൾ മെനക്കെട്ട് മനസ്സിലാക്കുകയും ഇതൊക്കെ ചെയ്യണം. ഇതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സാധനം. അപ്പോൾ യൂറിൻ തെറാപ്പി അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗനിക്കേണ്ടതാണ്.
ഈ വർഷത്തെ നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തികളാണിത്. ഈ വ്യക്തികളിൽ ഉള്ള സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ പരമ്പരാഗതമായിട്ടുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ കാര്യങ്ങളെ മുന്നോട്ട് ശാസ്ത്രമാക്കി മാറ്റിയ വലിയൊരു കഥ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ചൈനീസ് സയൻറ്റിസ്റ്റായിട്ടുള്ള യു നടത്തിയ പഠനം ഒരു ആൻറ്റി മലേറിയൽ മരുന്ന് പണ്ട് തന്നെ ചൈനീസ് മെഡിസിനിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യത്തിൽ നിന്ന് ആ മരുന്ന് വികസിപ്പിച്ചെടുത്തുകൊണ്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് മലേറിയ രോഗികൾക്ക്, കാരണം ഒരു ഫൽസിപ്പാര എന്ന് പറഞ്ഞാൽ പ്രത്യേകം മലേറിയയ്ക്ക് മറ്റു മരുന്നുകളൊക്കെ ഫലിക്കാതെ ആയിരുന്ന കാലഘട്ടത്തിൽ ആണ് ഈ മരുന്ന് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി അതുമൂലം കഴിഞ്ഞിരുന്നു. മറ്റ് രണ്ട് ശാസ്ത്രജ്ഞരും കണ്ടുപിടിച്ച ഒരു ഔഷധം ഐവർമെക്റ്റിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന്, വീണ്ടും മണ്ണിലും മറ്റുമുള്ള ഒരു ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആ ഒരു ഔഷധം, ഇത് പലതരം ഫൈലേറിയൽ രോഗങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഒരു ചികിത്സയായി മാറിയിരുന്നു. ഉദാഹരണത്തിന് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ വളരെ കൂടുതലുള്ള ഒരു രോഗമാണ് റിവർ ബ്ലൈൻഡ്നസ്. ചില പുഴകളുടെ തീരത്ത് താമസിക്കുന്നവരിൽ വരുന്ന ഒരു ഫൈലേറിയ രോഗം, ഓങ്കോസെർസിയാസിസ് എന്ന് പറഞ്ഞൊരു ഫൈലേറിയ രോഗം. അത് കണ്ണിനെ ബാധിക്കുകയും കണ്ണിൻ്റെ കാഴ്ചശക്തി നശിക്കുകയും ചില ഗ്രാമങ്ങളിൽ ഒരുപാട് വ്യക്തികൾ കണ്ണ് കാഴ്ചയില്ലാത്തവരായി, അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് പണ്ട്, ഇത് കുറച്ച് പഴയ പടമാണ്, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി വടി പിടിച്ചുകൊണ്ട് നടക്കുകയും അതിൻ്റെ പിന്നിൽ അന്ധരായിട്ടുള്ള ഒരുപാട് പേര് നടന്നു പോവുകയും ചെയ്യുന്ന ഒരു, ഇങ്ങനെയുള്ള രോഗങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. എങ്ങനെ ഇതൊക്കെ ഇല്ലാതാക്കി എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. ഇന്ന് ആ രോഗങ്ങളില്ല, ഇന്ന് രോഗം പലതും ഇല്ലാതായതുകൊണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല വൈദ്യശാസ്ത്രം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ കുറച്ച് മുമ്പിലോട്ടുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതല്ല കഥ. എൻ്റെ കുട്ടിക്കാലത്ത് കോഴിക്കോട് പട്ടണത്തിൽ ഒരു റോട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ താഴോട്ട് നോക്കി നടക്കുകയാണെങ്കിൽ ഈ കാണുന്ന കാലുകളിൽ ഒരു 10-1 കാലുകൾ ഇങ്ങനെയുള്ള കാലുകളായി. ചേർത്തല പോലെയുള്ള കൊയിലാണ്ടി ഒരുപാട് സെൻറ്റേഴ്സിൽ കണ്ടമാനം ഫൈലേറിയാസ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഫൈലേറിയ കാല്, ഇത്ര ഉണ്ടായിരുന്ന കാല്. ഈ രോഗം ഇല്ലാതായതെങ്ങനെയാണ്? ഈ രോഗം ഇല്ലാതാവാൻ ഒറ്റ കാരണങ്ങൾ. ഫൈലേറിയ ഒക്കെ ഇപ്പോഴും ഉണ്ട്, ഈ ക്യൂലെക്സ് കൊതുകുണ്ട്, മറ്റേ ഫൈലേറിയൽ പാരസൈറ്റ് ഉണ്ട്, എല്ലാം ഇപ്പോഴും ഉണ്ട്. ഇല്ലാതായത് അതിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ പനിയും വിറയലും അങ്ങനെ വന്നാൽ അപ്പം ഈ മരുന്ന് കൊടുക്കും. ഏത്? ഡൈഇഥൈൽ കാർബമസീൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന്, ഹെട്രസാൻ എന്നും ബാനോസൈഡ് എന്നുള്ള പേരിലൊക്കെയാണ് അന്ന് നമ്മൾ അറിഞ്ഞത്. ഈ മരുന്ന് കൊടുത്താൽ അതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ഇല്ലാതായത്. എന്നാൽ ഇന്നിവിടെ ഇരുന്നിട്ട് പറയുന്നു, സ്കൂൾ കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ആ പദ്ധതി ശരിയോ തെറ്റോ ആവാം, അത് പദ്ധതി നടത്തിപ്പിനെ പറ്റി വിമർശനം ഉണ്ടാവും. പക്ഷെ അത് പോട്ടെ, മാരകമായിട്ടുള്ള മരുന്നുകൾ, വിഷങ്ങൾ കൊടുക്കുകയാണ് എന്നും പറഞ്ഞ് ഉള്ള വിമർശനങ്ങൾ. മാരകമായ വിഷം, എന്തിനുമുള്ള വാക്ക് ഇപ്പോൾ മാരകമായ വിഷമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാരകമായ വിഷമാണ്, മറ്റത് എല്ലാ സാധനവും മാരകമായിട്ടുള്ള വിഷം എന്നുള്ള ഏറ്റവും ഫേവററ്റ് വേർഡ് മാരകമായ വിഷം എന്നാണ്. നമ്മൾ സിനിമാ നടൻ ശ്രീനിവാസനൊക്കെ നാടുനീളെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും മാരകമായ വിഷമാണ്, ഇവിടെ എല്ലാവർക്കും ക്യാൻസറാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇല്ലാതാക്കിയ, കുറച്ചു കൊണ്ടുവന്ന നിരവധി രോഗങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം അതിൻ്റെ വലിയ നേട്ടങ്ങൾ കൊണ്ടാണ്. അതിന് ഒരു സംശയത്തിനും ഇടയില്ല. ഇന്നിത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ
ആൻറ്റി ഇൻ്റലക്ച്വലിസത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതൊരു വശത്ത് മതപരമായ എതിർപ്പുകൾ ശാസ്ത്രം നേരിടുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മതങ്ങൾക്ക് അല്ലെങ്കിൽ മതങ്ങളിൽപ്പെട്ട ചില ആൾക്കാർക്ക് മതമാണ് എല്ലാത്തിനും പ്രതിവിധി എന്ന് പറഞ്ഞ് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തെ പലപ്പോഴും ശത്രുതയോടെ കാണുന്നു. അതാണ് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന പലതരത്തിലുള്ള അശാസ്ത്രീയമായ ചികിത്സകൾ കൊണ്ട് വളരെ കൃത്യമായ ലാഭമുണ്ടാക്കുന്ന കുറേ ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം, ഈ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇമ്മ്യൂണൈസേഷൻ, രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളുടെ. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് എതിരെയുള്ള വാദങ്ങൾ മതപരമായിട്ടുള്ള എതിർപ്പുകളേക്കാൾ അധികം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആധുനിക സയൻസിനും ആധുനിക വൈദ്യശാസ്ത്രത്തിനും എതിരായി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും നേച്ചുറോപ്പതി പോലുള്ള, നേച്ചുറോപ്പതി എന്താണെന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സംഗതിയല്ല. പക്ഷേ ഞാൻ നേച്ചുറോപ്പതി ആണെന്നും പറഞ്ഞാണ് പലരും മുന്നോട്ട് വരുന്നത്. അതെന്താണ് ഈ നേച്ചുറോപ്പതി എന്ന് വളരെ ക്ലിയർ അല്ല. അങ്ങനെയുള്ള പ്രചാരകർ എന്നുള്ളതിലപ്പുറം ഞാൻ പറയുന്നത് സംരംഭകരാണ്. കാരണം അതിൽ നിന്ന് വ്യക്തമായ ലാഭമുണ്ടാക്കുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായും തിരിച്ചു ചോദിക്കാൻ, നിങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു സംശയമില്ല. അങ്ങനെ കൊള്ളലാഭം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. അതിനെതിരെ പോരാടേണ്ടതാണെന്നും ശക്തമായി വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ അത് അശാസ്ത്രീയമായ എന്ത് സാധനം ബാക്കിയുള്ള കൊള്ളകൾക്ക് ഒരിക്കലും സാധൂകരണമാവുന്നില്ല. ശാസ്ത്രീയമായിട്ട് ഉള്ളൊരു ചികിത്സയ്ക്ക് വേണ്ടി എന്നെ കൊള്ളയടിക്കുന്നു, ശരി, ഞാൻ അതിനെ എതിർക്കണം. പക്ഷെ അശാസ്ത്രീയമായ സാധനത്തിന് വേണ്ടി കൊള്ളയടിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ രോഗവും മാറുന്നില്ല, സംഗതി വഷളാവുകയും ചെയ്യുന്നു, കയ്യിൽ നിന്ന് പൈസയും. ഇന്ന് നാം നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ പ്രചരണങ്ങളുടെ ഭാഗമായി ഡിഫ്തീരിയ പോലുള്ള രോഗങ്ങൾ കൊണ്ട് വീണ്ടും കുട്ടികൾ മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വളരെ സമീപകാല ചരിത്രത്തിൽ, കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ, ഇപ്പം എന്നെപ്പോലെയുള്ളവരുടെ അനുഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ 1970-കളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അന്ന് 70-കളിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഡിഫ്തീരിയ രോഗം വന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു വാർഡുണ്ട്. ആ വാർഡിൽ എത്രയോ തവണ നമ്മളെല്ലാം ഡ്യൂട്ടി എടുത്തിട്ടുള്ളതാണ്. ആ വാർഡിൽ മുഴുവൻ കൊച്ചു കുട്ടികളായിരിക്കും. ഡിഫ്തീരിയ ബാധിച്ച് കിടക്കുന്ന കൊച്ചു കുട്ടികളാണ് അവിടെ മുഴുവൻ. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്ന ഒരു വാർഡാണ്. ടെറ്റനസ് ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള വാർഡുണ്ട്. ഇന്ന് അങ്ങനെയുള്ള വാർഡുകളൊന്നും ഇല്ല. എന്താ കാരണം? ഈ രോഗങ്ങൾ അപ്രത്യക്ഷമായി. എന്തുകൊണ്ട് അപ്രത്യക്ഷമായി? ഈ രോഗങ്ങൾ അപ്രത്യക്ഷമായത് ഒറ്റ കാരണമേ ഉള്ളൂ, വളരെ കൂടുതൽ പേർക്ക് DPT എന്ന വാക്സിനേഷൻ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ചരിത്രപരമായി എല്ലാ രോഗങ്ങളും, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. അതിങ്ങനെ കുറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ എന്ത് ചരിത്രം? 1970 കഴിഞ്ഞിട്ട് പെട്ടെന്ന് 80 ആയപ്പോഴേക്ക് ചരിത്രപരമായിട്ട് അങ്ങ് കുറഞ്ഞില്ലാതായോ? ഇങ്ങനെയൊക്കെയാണ് പോയി പ്രസംഗിക്കുന്ന പലരും.
വളരെ കൃത്യമായി നമ്മുടെ കണക്കുകൾ വെച്ച് പറയാൻ പറ്റും. കൃത്യമായി ഒരു 10, 15, 20 വർഷം കൊണ്ടാണ് ഇതൊക്കെ ഇല്ലാതായത്. അതും ഇവിടെയുള്ള ഇമ്മ്യൂണൈസേഷൻ കവറേജും തമ്മിൽ അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ കുത്തിവയ്പ്പുകളൊന്നും ഒരു കാര്യമില്ല. വിഷമാണ് കുത്തിവെക്കുന്നത്, നിങ്ങളുടെ കുട്ടികളെ വിഷം കൊടുക്കുന്നു. എന്നെ നോക്കൂ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് കുത്തിവയ്പ്പ് കൊടുക്കുന്നില്ല. ഇങ്ങനെ പ്രചരണം നടത്തുന്ന ഒറ്റ ഡോക്ടർ പോലും അവരുടെ കുട്ടിക്ക് കുത്തിവയ്പ്പ് കൊടുക്കാറില്ല എന്ന പച്ചക്കള്ളം പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പച്ചക്കള്ളം. ഞാൻ എൻ്റെ അറിവിൽ ഒറ്റ ഡോക്ടർ പോലും, മേ ബി പെന്തക്കോസ്ത് ഇതിൽ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറെ എനിക്കറിയാം. അവരും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. അല്ലാതെ എൻ്റെ അറിവിൽ ഒരു ഡോക്ടർ പോലും സ്വന്തം കുട്ടിക്ക് കുത്തിവയ്പ്പ് കൊടുക്കാതിരുന്നില്ല, പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാതിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രചരണം നടത്തി ഇതിൻ്റെ എല്ലാം പരിണിത ഫലം ഇതുപോലുള്ള പാവപ്പെട്ട പിഞ്ചു കുട്ടികൾ ഇതിൻ്റെ ഇരകളായി മാറുന്നു. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. 1994 സോവിയറ്റ് യൂണിയൻ തകർന്ന ആ കാലഘട്ടത്തിൽ സോവിയറ്റ് സ്റ്റേറ്റുകളിൽ പല സ്ഥലത്തും വൈദ്യ സേവനം എല്ലാവർക്കും വൈദ്യസേവനം കിട്ടിയിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് പെട്ടെന്ന് എല്ലാം ഇല്ലാതായി. സ്റ്റേറ്റ് സപ്പോർട്ട് മുഴുവൻ പോയി. പല സ്ഥലത്തും വൈദ്യസേവനം തന്നെ വേണ്ട രീതിയിൽ കിട്ടാതായി. ഇമ്മ്യൂണൈസേഷൻ റേറ്റ് കുത്തനെ കുറഞ്ഞു. 1994-95 കാലഘട്ടത്തിൽ മാത്രം 5000 പേരാണ് ഡിഫ്തീരിയ രോഗം കൊണ്ട് മരിച്ചു. 5000. ഈ 5000 മരണങ്ങൾ ഉണ്ടാകുന്നതെല്ലാം കുട്ടികളിൽ മാത്രമല്ല, പ്രായമായാലും വരും. കാരണം ഇന്ന് ഈ സമൂഹത്തിൽ തന്നെ പ്രായമായവരെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റർ ഡോസൊന്നും എടുക്കാത്തത് കൊണ്ട് പലർക്കും ഡിഫ്തീരിയ രോഗത്തിനെതിരെയുള്ള പ്രതിരോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികളുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ, റിസർവോയർ എന്നാണ് അതിന് പറയുന്ന സാങ്കേതിക പദം, അതിനകത്ത് കുറേ പേർക്ക് ഈ രോഗാണുവാഹകരായി ഉണ്ടാവുന്ന സമൂഹത്തിൽ കുറേ പേർക്ക് ഈ രോഗം വന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേരെങ്കിലും അതിൽ മരണപ്പെടാനും ഒക്കെ ആൻറ്റിബയോട്ടിക് ഇതുകൊണ്ടൊക്കെ വലിക്കാതെയുള്ള മരണനിരക്ക് പ്രായമായ ആൾക്കാരിൽ ഇത് വന്നു കഴിഞ്ഞാൽ മരണനിരക്ക് ഏതാണ്ട് 10%. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പഴയ ഡിഫ്തീരിയ വാർഡാണ്. ഇതുപോലുള്ള ഡിഫ്തീരിയ വാർഡുകൾ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വ്യാപകമായിരുന്നു. ആ കാലഘട്ടത്തിൽ 3ാമത്തെ മരണ കാരണമാണ്, കുട്ടികളിലെ മരണകാരണങ്ങളിൽ 3ാമത്തേതായിരുന്നു ഡിഫ്തീരിയ. 1000-കണക്കിന് 10000-കണക്കിന് കുട്ടികളാണെന്ന് ഡിഫ്തീരിയ കൊണ്ട് മരിച്ചിരുന്നത്. വില്ലൻ ചുമ കൊണ്ടും ഇതുപോലുള്ള രോഗങ്ങൾ കൊണ്ടും ഒക്കെ മരിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ 10 കുട്ടികളുണ്ടാവുന്നൊരു ഫാമിലിയിൽ പിന്നെ 3-4 ഒക്കെയാണ് ബാക്കി വന്നിരുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരു 2 തലമുറ അപ്പുറത്തോട്ട് നമ്മുടെ അമ്മൂമ്മമാരുടെ തലമുറയിലൊന്ന് ചോദിച്ചു നോക്കൂ, എത്ര കുട്ടികളുണ്ടായിരുന്നു, ഓരോ ഫാമിലി എത്ര കുട്ടികൾ മരിച്ചു. എല്ലാ സ്ഥലത്തും കുറേ കുട്ടികൾ മരിച്ചു പോയ കഥകൾ കേൾക്കാം. ഇതിൽ നിന്ന് മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഒരു പങ്കുമില്ലാതെ സ്വാഭാവികമായി വന്നതാണ്. ആധുനിക വൈദ്യശാസ്ത്രം പോട്ടെ, മറ്റുള്ള പലതും അന്നും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് അത്രയധികം കുട്ടികൾ മരിച്ചു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാൻ വരുന്നവരോട് ചോദിക്കാൻ ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു കാലം വരണം.
അങ്ങനെ വെറുതെ സംസാരിച്ച് പോകാൻ സമ്മതിക്കരുത്. ഈ ചോദ്യങ്ങൾ ഉയർത്തണം അവരോട്. ഈ മാന്യൻ പോളിയോ വാക്സിൻ എന്ന രാസവിഷമാണ് പോളിയോ വാക്സിൻ എന്ന് നാട് നീളെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന. വീണ്ടും ഞാൻ പറയട്ടെ, എൻ്റെ തലമുറയിൽ ഉള്ളവർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ക്ലാസ്സിൽ ഒരു കുട്ടിയെങ്കിലും പോളിയോ കൊണ്ട് കാല് വയ്യാത്ത, കാലിപ്പേഴ്സിട്ട് അല്ലെങ്കിൽ മുടന്തി നടന്നിരുന്ന ഒരു കുട്ടിയെങ്കിലും എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഇന്നതെന്തുകൊണ്ട് കാണുന്നില്ല? വളരെ ചുരുങ്ങിയ കാലയളവിൽ ഇതെങ്ങനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു? ഏറ്റവും അടുത്ത് ഞാൻ കണ്ട മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഇത്. MRI സ്കാൻ എന്ന് പറയുന്ന സംഗതി, ഇതൊരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ ആണ്. ഒരു രോഗവും MRI കൊണ്ട് CT കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാ രോഗങ്ങളും ഈ MRIയിൽ വരുന്ന പിക്ചർ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ ആ കമ്പനികൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രേ. സീമെൻസ്, ഫിലിപ്സ് മുതലായിട്ടുള്ളവർ MRI ഇറക്കുമ്പോൾ തന്നെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജും സെക്സും അങ്ങനെയുള്ള പ്രൊഫൈൽ നോക്കിയിട്ട് ഒരു പിക്ചർ എടുത്തു തരും. ഞാൻ ഈ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള പല സ്ഥലത്തെ ട്യൂമേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ 30 കൊല്ലമായി ഇങ്ങനെയുള്ളത് നോക്കി അതിൽ നിന്ന് ബയോപ്സി എടുക്കുമ്പോൾ അത് പരിശോധിച്ച് നോക്കി ഇതൊക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ട്യൂമർ കാണുന്നു, അവിടുന്ന് ബയോപ്സി എടുത്ത് അയച്ച് മൈക്രോസ്കോപ്പിൽ. ഇതൊക്കെ ഒരു ഇമേജ് മാത്രമാണ്. ആളെ പറ്റിക്കാൻ വേണ്ടി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭയങ്കര ഗൂഢാലോചനയാണ് കേട്ടോ. ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളിയാണ്. പക്ഷെ നിങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ ഇന്നേ വരെ ഇത്രയും വലിയൊരു ഗൂഢാലോചന ഉണ്ടായിട്ട്. കമ്പനികളും ഡോക്ടേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു വളരെ വമ്പിച്ച ഒരു ഗൂഢാലോചന. ഈ നോൺസെൻസ് എന്ന് പറഞ്ഞ സാധനമുള്ള നോൺസെൻസ്, എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ മതി, ആ നോൺസെൻസ് നമ്മൾ പറയും. ആ നോൺസെൻസ് പറഞ്ഞ് നടന്ന് കയ്യടി വാങ്ങിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായിട്ട് ഈ കേരളം എങ്ങനെ മാറിപ്പോയി എന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തും. വളരെ ചുരുങ്ങിയ കാലയളവുണ്ട്. നമ്മളൊരു വളരെ വലിയൊരു നവോത്ഥാനത്തിൻ്റെയും ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ജ്ഞാന സിദ്ധാന്തങ്ങളിലൊക്കെ വന്നെത്തി വളരെ വലിയ രീതിയിൽ സമൂഹത്തിന് മാറ്റങ്ങൾ വന്ന ഒരു പ്രദേശത്ത് എന്ത് വെഡിത്തരവും പറഞ്ഞിങ്ങനെ നടക്കാൻ പറ്റുന്ന വീഡിയോകൾ പ്രചരിപ്പിക്കാൻ, അതിന് കൈയടിക്കാൻ കുറേ അഭ്യസ്ത വിദ്യരെന്ന് പറയുന്ന കുറേ, ഇവരൊക്കെ ഇതിന് കൈയടിക്കുന്ന പലരും പഠിച്ചിട്ടുണ്ട്, അവർക്ക് ഡിഗ്രിയും ഇതുമെല്ലാം ഉണ്ട്. അവരെന്ത് പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ? എന്താണ് നമുക്ക് പാളിച്ച വന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിസ്, ഇവിടെ ഒരു വശത്ത് നാട് നീളെ ഡയാലിസിസ് സെൻ്ററും ആൻജിയോപ്ലാസ്റ്റി ക്ലിനിക്കുകളും ഇതൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കും. വൈദ്യശാസ്ത്രത്തിൻ്റെ ഇവിടെയുള്ള വികാസത്തെപ്പറ്റി നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെയുള്ള ഏറ്റവും വലിയ സങ്കല്പം ഏറ്റവും അധികം നല്ല ആൻജിയോപ്ലാസ്റ്റി സെൻ്ററും ഡയബറ്റിസ്, ഈ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഡയാലിസിസ് സെൻ്ററൊക്കെ നടത്തുന്നത്. എന്തുകൊണ്ട് ലോകത്തിൻ്റെ പല പ്രദേശങ്ങളെക്കാൾ അധികം ഇവിടെ ഹാർട്ട് അറ്റാക്കും റീനൽ ഫെയിലിയറും ഒക്കെ വരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്ന്, ഡയബറ്റിസ് കൂടുതലാണ്, സംശയമൊന്നുമില്ല. രക്തസമ്മർദ്ദം കൂടുതലാണ്, സംശയമൊന്നുമില്ല. അത് തോത് കുറച്ച് കൊണ്ടുവരേണ്ട വളരെ വലിയ ആവശ്യമുണ്ട്, അതിനും സംശയമൊന്നുമില്ല. അതിന് ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വേണം, അത് ചെയ്യേണ്ടതാണ്. പക്ഷെ അതേസമയം ഒരു ഡയബറ്റിസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റവും ചുരുങ്ങിയ പൈസ ചിലവാക്കിക്കൊണ്ട് അതിനെ ചികിത്സിക്കാം. ഏതാനും വളരെ ചുരുങ്ങിയ ചിലവിൽ ചികിത്സിക്കാൻ പറ്റുന്ന രോഗമാണ് ഡയബറ്റിസ്. അങ്ങനെ ചികിത്സിക്കുന്നത്, കാരണം ഇന്നിവിടെയുള്ള ഡയാലിസിസ് വേണ്ട വൃക്ക രോഗികളിൽ 70% ഡയബറ്റിസും രക്തസമ്മർദ്ദവും കൊണ്ടാണ്. പലപ്പോഴും രണ്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവുന്ന രോഗികളാണ്. ഇത് രണ്ടും വളരെ ലളിതമായി ചികിത്സിക്കാൻ പറ്റുന്ന ഈ രോഗം ചികിത്സിച്ചാൽ ഇന്നുള്ളതിനേക്കാൾ തോത് എത്രയോ കുറച്ച് വരുള്ളൂ. അത് പക്ഷെ എങ്ങനെയാണ് അത് നടക്കണ്ടേ? ഈ ചീപ്പായിട്ടുള്ള മരുന്ന് ഒന്നാമത്
മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പറയുക ഈ ചീപ്പായിട്ടുള്ള മരുന്നിലൊന്നും ഇപ്പോൾ അവർക്ക് വിശ്വാസമില്ല. വളരെ വില കൂടിയത് കൊടുത്താലേ ഇതുള്ളൂ. വളരെ ഫലപ്രദമാണെങ്കിലും വില കുറഞ്ഞത് അത് ഡോക്ടർക്ക് ഒരു വില കുറഞ്ഞ ഫീലിംഗ് ആണ്. അതുകൊണ്ട് വില കൂടിയത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടാവില്ല, അപ്പോൾ വേറെയുള്ള സ്ഥലത്ത് പോകും. അല്ലെങ്കിലോ എല്ലാത്തിനുമുള്ള പ്രതിനിധിയായിട്ട് പച്ചമരുന്നുകളുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, എല്ലാത്തിനും പ്രതിനിധി ഇത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് പേര് പോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നില്ല. ഇവിടെയുള്ള ഡയാലിസിസിനും ആൻജിയോപ്ലാസ്റ്റിക്കും ഒക്കെയുള്ള പ്രധാന കാരണം ഇതാണ്. ഈ രോഗം വരുന്നവരെ വേണ്ട പോലെ ചികിത്സിക്കുന്നില്ല. ശാസ്ത്രീയമായി ലളിതമായുള്ള ചികിത്സ എത്തുന്നില്ല. മാതൃഭൂമിയിൽ വളരെ പ്രചാരം ലഭിച്ച ഒരു ലേഖനമാണ്. ഈ പ്രചരണത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഈ നോൺസെൻസ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ കിട്ടുന്ന കയ്യടിയും ഒക്കെ ഞാൻ പറഞ്ഞു. അതിനുള്ള ഒരു പ്രധാന കാരണം ഇവർക്ക് നൽകപ്പെട്ട മാന്യതയാണ്. എങ്ങനെയാണ് ഈ മാന്യത കൈവരിക്കുന്നത്? ഈ മാന്യത നൽകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. ഈ ഇൻ്റർനെറ്റിലുമൊക്കെ ഇപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഇൻ്റർനെറ്റ് വഴിയുമൊക്കെ ചില ബ്ലോഗുകളിലുമൊക്കെ ഇങ്ങനെ പലതും പ്രചരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് സമ്മതിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ഫ്ലാറ്റ് എർത്ത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആംസ്ട്രോങ് ചന്ദ്രന് പോയി എന്നുള്ളത് സമ്മതിച്ചു തരാത്ത ആൾക്കാർ ഇന്നുമുണ്ട്. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നിട്ടേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെ ബ്ലോഗും ഇതുമെല്ലാം ഉണ്ടാവും. അങ്ങനെ കുറച്ചൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ഏത് സമൂഹത്തിലും ഉണ്ടാവും. പക്ഷെ ആ ഫ്രിഞ്ച് ഗ്രൂപ്പ്, പുറത്ത് നിൽക്കുന്ന ആ ഗ്രൂപ്പ് മെയിൻ ഗ്രൂപ്പായി മാറിയാലോ? അതിന് കൊടുക്കുന്ന മാന്യത മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ന്യൂയോർക്ക് ടൈംസിലോ അതുപോലെയുള്ള ഒരു വാഷിങ്ടൺ പോസ്റ്റിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നാഷണൽ ജോഗ്രഫിക്കലോ ഇങ്ങനെയുള്ള നോൺസെൻസ് പബ്ലിഷ് ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾ കാണില്ല. കാരണം അവിടെ ഒക്കെ തന്നെ ഇത് നോക്കാൻ ആൾക്കാരുണ്ട്. എന്തെങ്കിലും വായിച്ചാൽ ഈ എഡിറ്റോറിയൽ ഡെസ്കിൽ ഈ എഴുതുന്ന സാധനം വായിച്ചാൽ മനസ്സിലാവുന്ന ആൾക്കാരെ വയ്ക്കുക എന്നുള്ളത് ഒരു മിനിമം ധർമ്മമാണ് പത്രങ്ങളുടെ. സയൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ലേശമെങ്കിലും മനസ്സിലാവുന്ന ആൾക്കാർ എഡിറ്റോറിയൽ ഡെസ്കിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ബോധപൂർവമായ ശ്രമം കൊണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, ഇതുപോലുള്ള ലേഖനങ്ങൾ വരും. ഇത് എഴുതിയ വ്യക്തി ഒരു ശാസ്ത്ര ലേഖകനാണെന്നാണ് വിവരം. ഒരു സയൻസ് റൈറ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സയൻസ് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണ് ഞാനും കരുതിയിരുന്നത്. എന്നാൽ ഈ ലേഖനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക് സയൻസ് എന്ന് പറഞ്ഞ സംഗതി എന്താണെന്നുള്ളത്. ഈ പലതരം വെബ്സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് സാധനം എടുത്തിട്ട് അത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് എന്താണ് എഴുതണമെന്ന് ആദ്യം തീരുമാനിക്കും. അതിന് വേണ്ട കുറേ കാര്യങ്ങൾ എടുത്ത് നൽകുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വേറൊരു ലേഖനം വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി അത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ അധികം സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. അക്യൂട്ട് AFP പോളിയോ രോഗം വന്നാൽ ആ രോഗം വന്നവർക്ക് പോളിയോ രോഗം എത്രയുണ്ട് എണ്ണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പൾസ് പോളിയോ പ്രോഗ്രാം വന്ന സമയത്ത്, പോളിയോ നിർമ്മാർജ്ജന പ്രോഗ്രാം വന്ന സമയത്ത് ഏത് കേസ് കുട്ടിക്കുള്ള തളർച്ചയുണ്ടെങ്കിലും അത് കണ്ടെത്താൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് എന്ന് പറഞ്ഞാൽ AFP എന്ന് പറഞ്ഞ സാധനം അത് കണ്ടെത്താൻ വേണ്ടി തീവ്രമായിട്ടുള്ളൊരു യജ്ഞമുണ്ട്. അത് വേറെ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള എല്ലാ കുട്ടികളുടെയും മലമെടുത്തിട്ട് വൈറൽ ടെസ്റ്റിങ്ങിന് വേണ്ടി അയച്ച് വൈറോളജിക്ക് അയച്ചുകൊണ്ട് അതിൽ പോളിയോ വൈറസ് ഉണ്ടോ എന്ന് കണ്ടെത്തി അങ്ങനെയാണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് ശരിക്കും ഇല്ലാതായി എന്നുള്ളത്. അപ്പോൾ AFP എന്ന് പറഞ്ഞ സാധനത്തെപ്പറ്റി
ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അക്യൂട്ട് ഫോൾസിഫൈഡ് പാരാലിസിസ്. അക്യൂട്ട് ഫോൾസിഫൈഡ് പാരാലിസിസ് ഇത് ഞാനൊരു നോട്ടപ്പെശക് വന്നിട്ട് തെറ്റ് വരാം, അതല്ല. കാരണം അത് വീണ്ടും അതാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിലും തെറ്റ് വരാം, തെറ്റുകൾ നമുക്ക് അബദ്ധം കൊണ്ട് വന്ന തെറ്റുകളെല്ലാം വരാം. പക്ഷേ ആ രംഗത്തെപ്പറ്റി എന്തെങ്കിലും അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് വരില്ല. അപ്പം ഇങ്ങനെയുള്ള ഇമ്മ്യൂണൈസേഷനെ പറ്റി പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് അതിനെ എതിർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം എഴുതുന്ന ആൾ, എൻ്റെ പോയിൻ്റ് അതാണ്. അങ്ങനെയുള്ള ഒരാൾ അതിനെപ്പറ്റി പഠിച്ച, അതിനെപ്പറ്റി വിവരമുള്ള ഒരാളായിരിക്കണം. അല്ലാതെ അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് എന്ന് പോലും കേൾക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഇതിനെപ്പറ്റി എഴുതും? അങ്ങനെയുള്ളവർ എഴുതിയാൽ മതി. അതാണോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ നിലവാരം? ഈ നിലവാരമുള്ളവരുടെ എഴുത്താണോ കേരളത്തിലെ ജനങ്ങൾ വാക്സിനേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയെ തള്ളിക്കളയാൻ വേണ്ടി സ്വീകരിക്കേണ്ടത്? നാം നേരിടുന്ന വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻ്റലക്ച്വലിസം. അത് നമ്മുടെ മാധ്യമങ്ങളെ, മുഖ്യധാരാ മാധ്യമങ്ങളെ, അതിലിരിക്കുന്നവരെ ബാധിച്ചിരിക്കുന്നു. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ. റുബെല്ല വാക്സിൻ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി വന്നപ്പോൾ അതിനെതിരെ മറ്റൊരു മുഖ്യധാര മാധ്യമമായിട്ടുള്ള മാധ്യമം പത്രത്തിൽ വന്നിട്ടുള്ള ലേഖനമാണ്. ജനസംഖ്യാ നിയന്ത്രണ പദ്ധതിയാണ്. ഈ കൊടുക്കുന്ന കുത്തിവെപ്പെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ പ്രജനന ശേഷി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ നശിപ്പിക്കുന്ന അതിനു വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചന പദ്ധതി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു, പ്രസംഗിക്കുന്നു. ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്? പ്രധാനമായിട്ടുള്ളൊരു വ്യക്തി ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ് അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു, നമ്മുടെ ബിൽ ഗേറ്റ്സിന് ആഗോള ക്യാപിറ്റലിസം നടപ്പാക്കണം. ഒബാമയും ബിൽ ഗേറ്റ്സും കൂടെ ഇരുന്ന് ആലോചിച്ചു, നമ്മൾ ഇതിപ്പോൾ എങ്ങനെ നടപ്പാക്കാം? ഇത് നടപ്പാക്കാൻ ആകെ പറഞ്ഞാൽ പ്രതിബന്ധമായിട്ട് അവിടെ കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ അവരെ ടാർഗറ്റ് ചെയ്താൽ മതി, അവരെ ഒന്ന് ഇല്ലാതാക്കിയാൽ പിന്നെ നമുക്ക് ബാക്കിയെല്ലാം എളുപ്പമായി. അതിനു വേണ്ടി കൊണ്ടുവന്ന ഈ കുത്തിവെപ്പ്, റുബെല്ല കുത്തിവെപ്പ്. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഒരുവിധ നിയന്ത്രണമില്ലാത്ത രീതിയിൽ വരുമ്പോൾ ഒന്നും വിശ്വസിക്കില്ല ആൾക്കാർക്ക് പിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. അതാണ് വിശ്വാസം. എന്തിൽ വിശ്വസിക്കണം? വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഇപ്പോഴെന്നുള്ളത്. അല്ലാതെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ്, ആ കഴിവ് നഷ്ടപ്പെട്ടിരിക്കും. അത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ? ആ കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഏതാനും ചില കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഈ പ്രൊപ്പഗാൻഡകൾ കൊടുക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, വാക്സിൻ, ആൻറ്റി വാക്സിൻ വെബ്സൈറ്റുകളിലായാലും ആൻറ്റി വാക്സിൻ ക്യാമ്പയിനർമാരുണ്ട്. ഇപ്പോൾ PG ഹരി എന്ന് പറഞ്ഞ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഒരു മുഖ്യമായിട്ടുള്ള അതിനെതിരെ പ്രചരണം നടത്തുന്ന ഒരാൾ. പിന്നെ ഈ വടക്കഞ്ചേരി പോലെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ക്യാമ്പയിനേഴ്സ് എല്ലാം പറയുന്ന കാര്യങ്ങളിൽ മുഖ്യമായ സംഗതി, അതൊന്നും അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. എല്ലാം നിങ്ങൾക്ക് ആരൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ബ്ലോഗുകളിലുള്ള കാര്യങ്ങളാണ്, പുതുതായിട്ടൊന്നുമില്ല. അതിൽ മുഖ്യമായിട്ടുള്ളൊരു സംഗതി, പലതരത്തിലുള്ള ഗ്രാഫുകൾ കാണിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്രാഫ്, ഡിഫ്തീരിയ, പെർട്ടസിസ്, മീസിൽസ്, ഇതെല്ലാം തന്നെ അതിൻ്റെ വാക്സിനേഷൻ കൊടുക്കുന്ന ആ ഒരു ആരോ കാണാം അവിടെ, അല്ലേ? യഥാർത്ഥത്തിൽ ഡിഫ്തീരിയ കൊണ്ടുള്ള മരണങ്ങൾ 1850 മുതൽ
ഡിഫ്തീരിയ മരണങ്ങൾ, ഇംഗ്ലണ്ടിൽ ഉള്ള മരണങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ വരച്ചാൽ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്നത് എന്താ? ഏറ്റവും അവസാനം അതിങ്ങനെ കാലാകാലങ്ങളിൽ കുറഞ്ഞു വരികയായിരുന്നു. ആ കുറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഈ കുത്തിവെപ്പ് നടത്തി ആ കുറഞ്ഞു കൊണ്ടുവന്ന സ്വാഭാവിക പ്രക്രിയ ആയിരുന്നത് കൊണ്ട് ഉള്ള കുറവുണ്ടായി, അല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിലുള്ള പ്രധാന പ്രശ്നം ഈ മരണങ്ങൾ നമ്മൾ അളക്കുമ്പോൾ ഈ ഗ്രാഫുകൾ നിർമ്മിക്കുമ്പോൾ വളരെ വലിയ സംഖ്യകൾ ഗ്രാഫിൽ വരുന്ന സമയത്ത് അതിനേക്കാൾ ചെറുതായി പക്ഷെ വളരെ സിഗ്നിഫിക്കൻ്റായ വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ വലിയ നമ്പേഴ്സിൻ്റെ ഇടയിൽ അത് മുങ്ങിപ്പോകുന്നുള്ളൂ. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകളൊന്നുമില്ല, ഹൈജീൻ എന്ന് പറഞ്ഞ സംഗതികളില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാടധികം പേര് പല കാരണങ്ങൾ കൊണ്ട് മരിച്ചിരുന്നു. ഇത് മുഴുവൻ ഡിഫ്തീരിയ ആണെന്ന് പോലും അറിയില്ല. പല കാരണങ്ങൾ കൊണ്ട് അന്ന് മരിച്ചിരുന്നൊക്കെ ഡിഫ്തീരിയ, സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞ മറ്റൊരു രോഗം കൊണ്ട് മരിച്ച കുറേ പേരുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെയുള്ള ഒരു കൊട്ടക്കണക്ക് ആണ് ആ കാലഘട്ടത്തിലെ മരണക്കണക്കുകൾ. ആ മരണക്കണക്കുകളുടെ കൂട്ടത്തിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതാണെന്ന് മാത്രമേ തോന്നിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഒരു ഗ്രാഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിൽ കേസുകളുടെ എണ്ണമാണ് ആ പച്ച ചുവപ്പ് നിറത്തിലുള്ളത് ഡിഫ്തീരിയ മരണമല്ല, എത്ര കേസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി വാക്സിൻ 1942 തുടങ്ങിയ മുതൽ വന്നിട്ടുള്ള മാറ്റം അതിൽ കാണാം. ഈ ഗ്രാഫ് പ്രകാരം കൃത്യമായി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതായി. നമ്മുടെ കേരളത്തിലല്ല സംഭവിച്ചത്. ഓറഞ്ച് നിറത്തിൽ കാണുന്ന ആ ഗ്രാഫാണ് മരണത്തിൻ്റെ നിരക്ക്. ആ മരണത്തിൻ്റെ നിരക്കും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി എന്നുള്ളത് കാണാൻ കഴിയും. മറ്റൊരു രീതി, വളരെ വലിയ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രീതി ലോഗരിതമിക് സ്കെയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ലോഗരിതമിക് സ്കെയിലായിട്ട് അത് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് മക്ഫർലൈൻ ബേർണറ്റ് എന്ന് പറഞ്ഞ, അല്ല പീറ്റർ ബേർണറ്റ് അല്ലേ, മക്ഫർലൈൻ ബേർണറ്റ് എന്ന് പറഞ്ഞാൽ നോബൽ ശാസ്ത്ര ജേതാവായിട്ടുള്ള ബേർണറ്റിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഗ്രാഫാണ്. അത് ലോഗ് സ്കെയിലിൽ ഇതാക്കിക്കഴിഞ്ഞാൽ വീണ്ടും വളരെ കുത്തനെ താഴോട്ട് വരുന്നതായിട്ട് കാണാം. ഇത് തന്നെയാണ് മീസിൽസിൻ്റെയും വൂപ്പിംഗ് കോഫിൻ്റെയും പെർട്ടുസിസ്, വൂപ്പിംഗ് കോഫ് എല്ലാത്തിൻ്റെയും കഥ. മീസിൽസ് പോലെയുള്ള രോഗങ്ങൾ സോഷ്യോ എക്കണോമിക്, ഈ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ല. അമേരിക്കയിൽ ഈ അടുത്ത കാലം വരെ തന്നെ ഉണ്ടായിരുന്നു ഈ വലിയ മാറ്റമൊന്നും ഇല്ലാതെ. പക്ഷേ എപ്പോൾ അത് വാക്സിനേഷൻ കൊണ്ടുവന്നോ ആ സമയത്ത് തന്നെയാണ് വളരെ കൃത്യമായിട്ടത് കുറഞ്ഞു വന്നത്. ചില ഗ്രാഫുകൾ, ഇത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രാഫാണ്. റിപ്പോർട്ടഡ് ഇൻസിഡൻസ് കാണിക്കുന്ന ഈ ഗ്രാഫിൽ യഥാർത്ഥത്തിൽ ഓരോ വർഷവും കാണിക്കുന്നില്ല, ചില വർഷങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഈ ഗ്രാഫ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഏറ്റക്കുറച്ചിൽ, ഈ വാക്സിനേഷൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ഈ ഏറ്റക്കുറച്ചിലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊങ്ങി നിൽക്കുന്ന ഒരു ഇയർ എടുക്കാം, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ താണു വന്ന ഒരു ഇയർ എടുക്കാം, അതിൽ കുറച്ചുകൂടെ താണ ഒരു ഇയർ എടുക്കാം. അങ്ങനെയുള്ള ഗ്രാഫാണ് ഇടതുവശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പിക്ചർ. എങ്ങനെ പച്ച നിറത്തിലുള്ളത് ആ ഗ്രാഫ് എങ്ങനെ ഇംഗ്ലണ്ടിലും വെയിൽസിലും വാക്സിനേഷൻ കവറേജുമായി ബന്ധപ്പെട്ട് വൂപ്പിംഗ് കോഫ്, വില്ലൻ ചുമയുടെ കണക്കാണ്. ആ ആരോ കാണിക്കുന്നത് എങ്ങനെ കൃത്യമായി ഇവിടെ വെച്ചാണ് അത് തുടങ്ങി താഴോട്ട് വരുന്നത്. ഇവിടെ തൊട്ട് ഈ നീല നിറത്തിൽ കാണുന്ന വാക്സിനേഷൻ കവറേജാണ്. വാക്സിനേഷൻ കവറേജ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആൻറ്റി വാക്സിനേഷൻ
ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായി, പ്രത്യേകിച്ചും ഞാൻ പിന്നീട് പറയാം, ഓട്ടിസമായി ബന്ധമുണ്ട് ഇതിൽ നിന്നുള്ള ഒരു ക്യാമ്പയിൻ വന്നപ്പോൾ വാക്സിനേഷൻ കുറഞ്ഞു. ആ കുറഞ്ഞ സമയത്ത് രോഗം വീണ്ടും കൂടി, വീണ്ടും വാക്സിനേഷൻ കൂടി, രോഗം വീണ്ടും കുറഞ്ഞു. ഏത് സമൂഹത്തിലും കൃത്യമായി പഠിച്ച ഏത് സമൂഹത്തിൽ നോക്കിയാലും ഇതേ കാര്യം കാണാം. വാക്സിനേഷൻ കവറേജ് എത്ര കൂടുന്നോ അത്ര രോഗം കുറയുന്നു, എത്ര വാക്സിനേഷൻ കവറേജ് കുറയുന്നു വീണ്ടും രോഗം കൂടുന്നു. നിരവധി കണക്കുകളുണ്ട്. ഏത് സമൂഹത്തിലും കുറച്ച് കുട്ടികൾക്ക് കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ട്. എല്ലാവരും ഒരു 80% 90% കുത്തിവയ്പ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് കൂടെ പ്രൊട്ടക്ഷനാണ്. ഈ കുത്തിവയ്പ്പ് എടുക്കാൻ കഴിയാത്ത കുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷൻ കൂടെ മറ്റുള്ളവർ കുത്തിവയ്പ്പ് എടുക്കുന്നത് കൊണ്ട് ഈ രോഗാണുവിന് ആ സമൂഹത്തിലേക്ക് കയറി പറ്റാൻ പറ്റുന്നില്ല. അഥവാ ഒരാളിലേക്ക് വന്നാൽ തന്നെ അടുത്ത ആളിലേക്ക് ഉള്ള സാധ്യതയുള്ള ആൾക്കാർക്കെല്ലാം കുത്തിവയ്പ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതെ അത് അവിടെ തന്നെ ഇല്ലാതായി പോകും. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ പ്രതിഭാസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രചാരകർ കാരണം എല്ലാവരും കുത്തിവയ്പ്പ് എടുക്കാതെ, കേരളം അത്ര മോശമായിട്ടൊന്നുമില്ല, പക്ഷേ ഏതെങ്കിലും പ്രദേശത്ത് 80% പകരം 70 65 പോലും ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ രോഗം വീണ്ടും വീണ്ടും പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. റുബെല്ലയ്ക്ക് പാർശ്വഫലം ഉണ്ടാവാമെന്ന് പറഞ്ഞ ഒരു വലിയ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. റുബെല്ലയല്ല, ആൻറ്റി റുബെല്ല വാക്സിൻ കൊടുക്കുമ്പോൾ റുബെല്ല എന്ന് പറഞ്ഞ രോഗം ഗർഭിണികളായ സ്ത്രീകൾക്ക് റുബെല്ല വന്നാൽ അതിൽ ചെറിയ ഒരു വിഭാഗം ആൾക്കാർക്കെങ്കിലും, ഗർഭിണികളായ അമ്മമാർക്ക് റുബെല്ല വന്നാൽ അവർക്ക് ജനിക്കുന്ന കുട്ടികളിൽ ഗുരുതരമായിട്ടുള്ള ജന്മജനിതക ജന്മവൈകല്യങ്ങളുണ്ടാവും. വളരെ അതിപ്പോൾ റുബെല്ല സിൻഡ്രോം, കഞ്ചനിറ്റൽ റുബെല്ല സിൻഡ്രോം ബാധിച്ച ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഈ കുത്തിവയ്പ്പ് എടുക്കാൻ പാടില്ല എന്ന് പറയില്ല. അങ്ങനെ ഒരു കുട്ടി പോലും ഉണ്ടാവുന്നത് തടയപ്പെടേണ്ടതാണ്. ഈ കുത്തിവയ്പ്പൊക്കെ മുഴുവൻ തെറ്റാണ്, ആഗോള ഗൂഢാലോചനയാണ് എന്നെല്ലാം പറഞ്ഞ പ്രചാരണത്തിൻ്റെ ഭാഗമായി അവരൊരു കാര്യം ചെയ്തു. ഒരു വിവരാവകാശ പ്രകാരം ഇത് കേരളത്തിൽ എന്ത് പഠനത്തിൻ്റെ പേരിലാണ് ഈ കുത്തിവയ്പ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സർക്കാർ ഓഫീസിൽ എവിടെ പോയി, DHS ഓഫീസിൽ പോയി, അവിടെ ഇങ്ങനെ പല ഡെസ്കുകളിലൂടെ പോയി ആരോ ഇതാക്കി പറഞ്ഞു, അവർ നോക്കി, അങ്ങനെ വല്ല പഠനം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. പഠനം അവിടെ ഒന്നുമില്ല വന്ന് അവരെഴുതി കൊടുത്തു, വിവരാവകാശം, അങ്ങനെ പഠനമൊന്നും ഉള്ളതായിട്ട് അറിവില്ല. പിറ്റേ ദിവസം ആ ടൈറ്റിൽ വന്നു, റുബെല്ല പാർശ്വഫലമുണ്ടാക്കാം, റുബെല്ല കുത്തിവയ്പ്പ് പിന്നിൽ ജനസംഖ്യാ നിയന്ത്രണ പരിപാടി, വാക്സിൻ കുത്തിവയ്പ്പ് പഠനം നടത്താതെ എന്ന ആരോഗ്യവകുപ്പ്. ഞാൻ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് പബ്മെഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഒരു പഠനവും ഇല്ലാതെ ഇങ്ങനെ നടത്താച്ചാൽ ഭയങ്കര മോശമല്ലേ. അപ്പോൾ സാഹിത്യ പരിഷത്തൊക്കെ ഏറ്റെടുക്കേണ്ട ഒരു സംഗതിയല്ലേ അത്. അതുകൊണ്ട് ഞാനത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, റുബെല്ല, കഞ്ചനിറ്റൽ റുബെല്ല സിൻഡ്രോം കേരളത്തിൽ പലരും പറഞ്ഞെന്ന് ഇവിടെ ഇല്ല, അവിടെ കാണാറ് തന്നെ ഇല്ലാത്തൊരു സാധനത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ, നമ്മുടെ നാട്ടിലുള്ള സാധനമാണോ കഞ്ചനിറ്റൽ റുബെല്ല സിൻഡ്രോം? രണ്ടാമത്, ഗർഭിണികളായുള്ള സ്ത്രീകളിൽ എത്ര പേർക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്, അതായത് എത്ര പേർക്ക് ആൻറ്റിബോഡി ഉണ്ട്, എത്ര പേര് ആൻറ്റിബോഡി ഇല്ലാത്തവരുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ട 2 കണക്ക്. ആദ്യത്തെ CRSൻ്റെ കണക്കുകൾ നോക്കി. CRS ഡിസീസ് ബേർഡൻ ഫ്രം ഇന്ത്യ, ഇത് പബ്മെഡിൽ നിന്ന് എനിക്ക് കിട്ടിയ ലേഖനങ്ങളാണ്. ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതെല്ലാം ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളാണ്. 27 പഠനങ്ങൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. എല്ലാം പറയുന്നത് CRS കാര്യമായ തോതിൽ ഇന്ത്യയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കണോ വേണ്ടേ? ഇത് ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നവരെ പറ്റി എന്താ പറയണ്ടേ? ഡിസീസ് പ്രവലൻസ് എത്രയുണ്ട്, എത്ര പേർക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഗർഭിണികളായുള്ള സ്ത്രീകളിൽ? ഇതാണ് കണക്കുകൾ. വീണ്ടും ഉണ്ട് ഒരു 22 വേറെ പഠനങ്ങൾ. കേരളത്തിലും ഉണ്ട് 2 സ്റ്റഡീസുണ്ട് കേരളത്തിലുണ്ട്. ഒരു ഘട്ടത്തിലും ഇതൊക്കെ
ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു. ആരോഗ്യവകുപ്പെന്ന് ആരെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ സർക്കാർ ആശുപത്രികൾ നടക്കുന്ന, സർക്കാർ സ്ഥാപനങ്ങൾ നടക്കുന്ന സ്ഥിതി. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിരുത്തരവാദിത്വപരമായിട്ടാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു 2 പീഡിയാട്രീഷ്യൻസിനെ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ കൺജന്റൽ റുബെല്ല കാണാറുണ്ടോ എന്ന് 2-3 പീഡിയാട്രീഷ്യൻസിനെ ആ ഡെസ്കിൽ നിന്ന്, ഇത് പബ്ലിഷ് ചെയ്യുന്ന മുഖ്യധാരാ മാധ്യമങ്ങളാണിതെന്ന് ഞാൻ വീണ്ടും പറയട്ടെ, അങ്ങനെയുള്ളവരുടെ ഡെസ്കിൽ നിന്ന് വിളിച്ചിട്ട് ഇത് കാണാറുണ്ടോ, ഈ പറയുന്നത് ശരിയാണോ എന്നൊന്ന് ചോദിക്കുകയെങ്കിലും ചെയ്താൽ ഒഴിവാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോളിയോ വാക്സിൻ ക്യാൻസറിന് കാരണമാകുന്നു. ഇപ്പോൾ വന്നുള്ള ഇത് മുഖ്യധാര എന്ന് ഞാൻ വിളിക്കില്ല, പക്ഷേ ഒരുപാട് പ്രചാരമുള്ള ഒരു സാധനമാണ് ഈസ്റ്റ് കോസ്റ്റ് ഡെയിലി. ഇത് ആർക്കെങ്കിലും ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, എനിക്ക് ഈ കേസിന് പിന്നാലെ നടക്കാൻ സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ്, ഇത് കോടതി കയറ്റണം. ശുദ്ധ നുണ, പത്രമാധ്യമത്തിലൂടെ നുണ എഴുതി പ്രചരിപ്പിക്കുന്നതിന് എന്താണ് പറയുക? ഡിഫമേഷൻ്റെ പേരിലല്ല വരുന്നത്. അതിനേക്കാൾ മാരകമായിട്ടുള്ള പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ നുണപ്രചരണം നടത്തുന്നവരെ കോടതി കയറ്റുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യാനുള്ള നിയമം ഏതെങ്കിലും വകുപ്പ് ഉണ്ടാവുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ ഒരു കാലത്ത്, വാഷിങ്ടൺ പോളിയോ ഭയപ്പെട്ടിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ 98 മില്യൺ ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചത് പോളിയോ വാക്സിനിലൂടെയാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നു. ഇത് പോളിയോ വാക്സിൻ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ആശങ്ക ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈസ്റ്റ് കോസ്റ്റ് ഡെയിലി ആരോ റിപ്പോർട്ട് ചെയ്യുന്നു. 98 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയായി? 980 ലക്ഷം ലാക്സ്. 1900 അപ്പോൾ 15 ലക്ഷം പുതിയ ക്യാൻസറാണ് ഒരു വർഷം ഉണ്ടാകുന്നത് അമേരിക്കയിൽ. ഇത് പ്രകാരം 1960 ശേഷം അമേരിക്കയിലുണ്ടായ എല്ലാ ക്യാൻസറും പോളിയോ വാക്സിൻ കാരണമാണ്. എല്ലാ ക്യാൻസറും, അത്രയും 60 വർഷക്കാലം കൊണ്ടുള്ള എല്ലാ ക്യാൻസറും പോളിയോ വാക്സിൻ കൊണ്ടാണ്. ഈ കണക്ക് പ്രകാരമാണ്. ഇതിൻ്റെ പിന്നിലുള്ള പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തരങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. അതുപോലെ മറ്റൊന്ന്, പൊലിഞ്ഞത് 18 കുരുന്നുകൾ, 18 കുട്ടികൾ മരിച്ചത് വാക്സിനേഷൻ കൊണ്ടാണ്. മറ്റൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ട് വീണ്ടും അവരുടെ കുട്ടികളെ വാക്സിനേഷന് കൊണ്ടുപോകുന്ന അച്ഛനമ്മമാരെ ഞാൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അത്രയെങ്കിലും ശാസ്ത്ര ചിന്ത ഉണ്ടല്ലോ എന്നുള്ളത് ഒരു വശത്ത് അതും നമ്മൾ കാണണം, മറുവശത്ത് അങ്ങനെ ഭീതി ജനിപ്പിക്കുന്ന രീതിയിൽ കള്ള നുണപ്രചരണങ്ങളാണ് നടത്തുന്നത്. ഈ 18 കുരുന്നുകൾ മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടിൻ്റെ ആധാരം എന്താണ്? ഇതിനാധാരം അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യണം. എന്തെങ്കിലും എനിക്ക് ഒരു കുട്ടിക്ക് ഒരു പനിയോ കാര്യമായ എന്തെങ്കിലും ഒരു ഛർദിയും പനിയോ ഒക്കെ വന്നു, ഉടനെ AEFI എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് അയക്കണം. വേറെ കാരണങ്ങൾ കൊണ്ട് മറ്റ് അസുഖങ്ങളുള്ള കുട്ടികളായിരിക്കാം, വേറെയുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ മരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകളുള്ള പീരിയഡിലാണെങ്കിലും AEFI റിപ്പോർട്ടിൽ വരും. എന്തിനാണ് AEFI കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഓരോന്നും കാര്യമായി തന്നെ പരിശോധിച്ച് വാക്സിൻ കൊണ്ടല്ല എന്ന് ഉറപ്പ് വരുത്താൻ ആണ്. ഇനി അഥവാ ആണെങ്കിൽ അതപ്പോൾ ആ വാക്സിൻ ബാച്ചും ഇതുമെല്ലാം പരിശോധിച്ച് നോക്കണം, എന്നിട്ട് അത് കംപ്ലീറ്റ് വിഡ്രോ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെന്താ വീണ്ടും ഇപ്പോൾ പത്രപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഒന്ന് പോയി ഒരു കാര്യവും കാല് കഴക്കണ്ട, എവിടെയെങ്കിലും പോയി ഒന്നും അന്വേഷിക്കേണ്ട, ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒരു വിവരാവകാശം എഴുതി കൊടുത്തേക്കുക. ആ വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം തോന്നുന്ന മാതിരി എന്തെങ്കിലും എഴുതി വിടും. അലസമായ പത്രപ്രവർത്തനം. ഇത് അലസം മാത്രമല്ല, വിവരക്കേടും കൂടെയുള്ള പത്രപ്രവർത്തനമാണ്. AEFI എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് അറിയാതെ ഇത് മുഴുവൻ മരണമാണ്. ഇതാണ് ഈ വാക്സിൻ പ്രചാരകരും ആൻറ്റി വാക്സിൻ പ്രചാരകരും ഇത് തന്നെയാണ് പറയുന്നത്.
ഇതാണ് ഇത് AFI ഫില്ല് ചെയ്യുന്ന ഫോമാറ്റാണ്. വളരെ വിശദമായിട്ട് ചെയ്യുന്ന, ഇത് ഒന്നും ഒളിച്ചു വെക്കുന്ന കാര്യങ്ങളല്ല, വളരെ സുതാര്യമായി നടക്കുക. അതുകൊണ്ടാണ് വിവരാവകാശം വഴി തരുന്നത്. സുതാര്യമായി ചെയ്യുന്ന പ്രവർത്തനം വാക്സിനെ കൂടുതൽ സേഫാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. അതിൻ്റെ ഡാറ്റ എടുത്തിട്ട് ഇത് മുഴുവൻ വാക്സിൻ കൊണ്ടാണെന്ന് പറഞ്ഞ് ഇത് പ്രചരിപ്പിക്കുന്നതിന് എന്താ, നമുക്ക് ഇത്ര നീചമായിട്ടുള്ള പ്രവർത്തനത്തിന് എന്താ വിളിക്കേണ്ടത്? അമേരിക്കയിൽ അതുപോലെയുള്ള വേറെ റിപ്പോർട്ടിംഗ് സിസ്റ്റമുണ്ട്, വേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇൻ്റർനെറ്റ് വഴി തന്നെ നമുക്ക് എന്ത് വാക്സിൻ കഴിഞ്ഞ പ്രശ്നം ഉണ്ടെങ്കിലും വേഴ്സ് വഴി ചെയ്യാം. വേഴ്സ് ഡാറ്റ അങ്ങനെ എടുത്തിട്ട് ഇതേപോലെയുള്ള വിവരദോഷികൾ അവിടെയുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ കുറച്ച് പേര്. അങ്ങനെയുള്ളവർ ഇതേപോലെ പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു മാധ്യമവും അത് പ്രസിദ്ധീകരിക്കില്ല. വെബ്സൈറ്റ് ബ്ലോഗുകൾ വഴി അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഒരിക്കലും ചെയ്യാത്ത പണിയാണിത്. പെൻഡവാലൻ്റ് ഇതുകൊണ്ട് വരുന്ന ഡെത്തുകളെ പറ്റിയുള്ള കണക്കുകളുണ്ട്. ഈ കണക്കുകൾ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സാധാരണ ഇത്ര ഒരു പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ആ പോപ്പുലേഷനിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഒരു റേറ്റുണ്ട്. ആ റേറ്റ് ഓഫ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പ്രകാരം ഒരു ദിവസം ഇത്ര മരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട്, പല കാരണങ്ങൾ, ഹൃദ്രോഗമുള്ള കുട്ടികളുണ്ടാവാം, മറ്റുള്ള രോഗങ്ങളുണ്ടാവാം, ഇങ്ങനെ പലതരം. ചുരുക്കം കുറച്ച് പേർക്കെങ്കിലും ആകസ്മികമായി ഈ കുത്തിവെപ്പും ഈ മറ്റ് കാരണവും രണ്ടും കൂടെ ഒന്നിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ. ആകസ്മികത തീർച്ചയായും റാൻഡമായിട്ട്. ആ റാൻഡമായിട്ട് അത് വരുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ഡെത്ത്സ് 18 ആണെങ്കിൽ ആ കാൽക്കുലേഷൻ നമുക്ക് തരുന്ന സംഖ്യ ഏതാണ്ട് അതേ നമ്പറാണ്. അപ്പം അതുകൊണ്ട് മാത്രമായി ഒരു വലിയ ഇതൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് മുഴുവൻ ഈ വാക്സിൻ കൊണ്ടുള്ള മരണങ്ങളാണെന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടക്കുകയാണ്. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ സംഗതി വളരെ കൂടുതലായിട്ട് വാക്സിൻ ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ മൈന്യൂട്ടായി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പല കാര്യങ്ങളിലും ഫോർമാൽഡിഹൈഡ് ഉണ്ട്. ക്യാരറ്റ്, ബനാന, പൊട്ടറ്റോ, ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ഏറ്റവും താഴെയാണ്, ഏറ്റവും മുകളിലാണ് വാക്സിനിലുള്ള ഫോർമാൽഡിഹൈഡ്. അത് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? കാണാൻ പറ്റുമോ? ഇല്ല, അതുണ്ട്, കാണാനില്ല. അത്ര ചുരുങ്ങിയ തോതിലേ ഉള്ളൂ. ഒരു വിധത്തിലുള്ള ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. പക്ഷേ ഇതാ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഇന്ന മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന ഒരു പുസ്തകം കാണിച്ച് പറയുന്നു. അതേസമയം വാക്സിനിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ട്, അതുകൊണ്ട് ഇത് മാരകമായിട്ടുള്ള വിഷമാണ്. എന്നാൽ ഇത് എത്രയുണ്ട് ആ ചോദ്യം അത് മാത്രം പറയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാക്സിൻ മുതൽ കാരണം വരുന്ന MMR വാക്സിൻ കൊണ്ട് വരുന്ന ഓട്ടിസം എന്ന രോഗം ഇത് കാരണമാണ് വരുന്നത് എന്ന് പറഞ്ഞ വലിയൊരു പ്രചരണം. ആ പ്രചരണം അഴിച്ചുവിട്ടത് ഇംഗ്ലണ്ടിലുള്ള ആൻഡ്രൂ വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഒരു ലേഖനത്തിലൂടെയാണ്. ആ ലേഖനം വന്നതിന് ശേഷം ഒരുപാട് പേര് ഓട്ടിസം വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് വരുന്നതെന്ന് ഇനിയും അറിയില്ല നമുക്ക്. എന്നാൽ MMR കൊണ്ടാണോ ഇനി എന്നുള്ള ന്യായമായ സംശയം കാരണം മറ്റു അനവധി പേര് ഈ അവരുടെ ഡാറ്റയിലൊക്കെ തന്നെ ഇത് പരിശോധിച്ച് നോക്കി. എന്നാൽ ആർക്കും തന്നെ വേക്ക്ഫീൽഡ് കണ്ടെത്തിയ ഒന്നും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഈ MMR ഡാറ്റയ്ക്ക് ആധാരമായിട്ടുള്ള വേക്ക്ഫീൽഡിൻ്റെ പഠനങ്ങൾ മുഴുവൻ അത് പ്രസിദ്ധീകരിച്ച് ലാൻസെറ്റ് മാസിക പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ കണക്കുകൾ പലതും തെറ്റായിരുന്നെന്നും അതിനേക്കാൾ ഗുരുതരമായ കാര്യം ആൻറ്റി വാക്സിൻ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരിൽ നിന്ന് ആൻറ്റി വാക്സിൻ കൊണ്ട് കേസുകൾ കൊടുത്ത് പണമുണ്ടാക്കുന്ന വക്കീലുമാരിൽ നിന്ന് പണം വാങ്ങി ആണ് വേക്ക്ഫീൽഡ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതുമാണ് തെളിവ്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അവരുടെ റോൾസിൽ നിന്ന് നീക്കം ചെയ്ത് പുറത്താക്കി. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇതുപോലെ
ഡോക്ടർമാരെ പുറത്താക്കാറുള്ളൂ. എന്നാൽ ഇപ്പോഴും ഇന്നും വേക്ക്ഫീൽഡ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഏത് വാക്സിൻ എന്നല്ല, എന്ത് മരുന്നായാലും എന്ത് കാര്യമായാലും അതിന് ഗുണങ്ങളുണ്ടാവും, ദോഷമുണ്ടാവും. വളരെ വളരെ ദോഷത്തേക്കാൾ വളരെ വളരെ കൂടുതൽ ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ മെയിൻ സ്ട്രീം ചികിത്സയിലേക്ക് വരുന്നുള്ളൂ. ഗുണമെന്ന് പറയുന്നത് ദോഷത്തേക്കാൾ ലേശം കൂടുതൽ മാത്രമേ ഉള്ളെങ്കിൽ എന്തായാലും മരിച്ചു പോകുന്നുള്ള ചില രോഗങ്ങളിലല്ലാതെ അതൊന്നും ചികിത്സക്കായിട്ട് എടുക്കാറില്ല. ഈ ഏത് കാര്യമായാലും ഗുണവും ദോഷവും തമ്മിൽ തുലനം ചെയ്തുകൊണ്ട് ഒരു നിഗമനത്തിലെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വാക്സിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ചിന്തയുടെ അടിസ്ഥാനത്തിൽ, വാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് ഈ ശാസ്ത്രീയമായ ചിന്ത, വിശകലനം എന്നിവ ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദുഷ്കരമായിട്ടുള്ള പ്രവർത്തനം വീണ്ടും നടത്തേണ്ട ഒരു അവസ്ഥയിലാണ് നാം. കാരണം അതിനെതിരെയുള്ള പ്രചരണങ്ങൾ ഇന്ന് വളരെ വലിയ തോതിൽ ആരോഗ്യത്തെ, പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ അവസാനമായിട്ട് ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് എങ്ങനെ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ആണെന്നും ശാസ്ത്രത്തിൽ വരുന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തം എങ്ങനെ വൈദ്യശാസ്ത്രത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതും അതെങ്ങനെ മരണങ്ങൾ ഇല്ലാതാക്കാനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു എന്നുള്ളതിനും എൻ്റെ മെഡിക്കൽ കോളേജ് പഠന കാലം മുതൽ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിലെ ഒരു അനുഭവം, ഒരു രോഗത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ രക്തം ഇങ്ങനെയാണ് ഇരിക്കുക. ചുവന്ന രക്താണുക്കൾ അത് കുറേയുണ്ട്. ശ്വേത രക്താണുക്കൾ ആ രണ്ടെണ്ണം കാണാം, രണ്ട് തരത്തിലുള്ള രണ്ട് ശ്വേത രക്താണുക്കൾ. ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ സാധാരണയുള്ള നോർമലായിട്ടുള്ള രക്തം വരുന്നത്. ഈ രോഗത്തിൽ ഇത് വേറെ രോഗമുള്ള ഒരാളുടെ രക്തമാണ്. ശ്വേത രക്തകണുക്കളുടെ എണ്ണം വളരെ വളരെ പെരുകിയിരിക്കുന്നു. ഇത് ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. ആ രോഗം വന്നാൽ വളരെ വലിയ തോതിൽ ഈ ശ്വേതരക്താണുക്കൾ പെരുകുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ സ്പ്ലീൻ, പ്ലീഹ വളരെ വലുതാവുകയും ഒക്കെ ചെയ്യും. മിക്കവാറും ഒരു 5-6 കൊല്ലം കൊണ്ട് ജീവിച്ച് മരിച്ചു പോകും. അവസാന ഘട്ടത്തിൽ ഒരു പ്രത്യേക അക്യൂട്ട് ലുക്കീമിയായിട്ടത് മാറി മരിക്കുകയും ചെയ്യുന്ന ഇതാണ് സാധാരണ. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഇതായിരുന്ന അവസ്ഥ. ഇത് 1845 തന്നെ കണ്ടുപിടിച്ച രോഗമാണ്. ജോൺ ഹ്യൂഗ്സ് ബെന്നറ്റും റുഡോൾഫ് ഫിർക്കോവും അത് രോഗം എന്താണെന്ന് പറഞ്ഞു. ആ സ്ഥിതിയാണ് ഉണ്ടായത്. 1960കളിൽ 2 യുവശാസ്ത്രജ്ഞർ, ഒരാളൊരു പത്തോളജിസ്റ്റും ഒരാളൊരു സയൻറ്റിസ്റ്റുമാണ്, ഒരു സെല്ലിൻ്റെ ക്രോമസോമുകളെ പറ്റി പഠിക്കുന്ന, അന്നത്തെ കാലത്ത് ആ പഠനമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ക്രോമസോമുകൾ വേർതിരിച്ച് എണ്ണി പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റെ സൈറ്റോളജി പഠിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനും. ഇവരിങ്ങനെയുള്ള രോഗികളുടെ ഈ കോശങ്ങൾ എടുത്തിട്ട്, രക്തകോശങ്ങൾ എടുത്തിട്ട് അതിൽ ക്രോമസോമുകൾ നോക്കിയപ്പോൾ ഒരു ചെറിയ ക്രോമസോം കണ്ടു, ഒരു ചെറിയ ക്രോമസോം. അവരെ താമസിച്ചിരുന്ന ടൗണ് ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ളതായതുകൊണ്ട് ആ ക്രോമസോമിന് അവർ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പേരിട്ടു. അപ്പോൾ ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇതാണ് സ്ഥിതി. ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറഞ്ഞ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ക്രോമസോം അതിൽ കാണാം. ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിൽ എന്താണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് എഴുതണം എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഫിലാഡൽഫിയ ക്രോമസോം ചെറിയൊരു, അതാണ് ഇവരുടെ സ്റ്റഡി, ക്രോമസോം സ്റ്റഡീസ് ഇൻ ഹ്യൂമൻ ലുക്കീമിയ 1961. ഇത് ജാനറ്റ് റൗളി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു സൈറ്റോളജി ശാസ്ത്രജ്ഞയാണ്, ഒരു ഡോക്ടറാണ് സൈറ്റോളജിയിൽ. അവർ കഴിഞ്ഞ വർഷം മരിച്ചു. യഥാർത്ഥത്തിൽ നൊബൽ സമ്മാനം കിട്ടേണ്ട ഒരാളായിരുന്നു, കിട്ടിയില്ല.
ജനറ്റ് റൗളി ചെയ്ത പ്രധാന പഠനം ഈ ക്രോമസോമുകളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ബാൻഡിങ് ടെക്നിക്ക് വെച്ച് നോക്കിയപ്പോൾ ഈ ഫിലാഡൽഫിയ ക്രോമസോം ഉണ്ടാവാനുള്ള കാരണം 2 ക്രോമസോമുകൾ മുറിഞ്ഞു പോവുകയും അത് കൂടിച്ചേരുന്നത് ഒന്ന് മറ്റൊന്നിൻ്റെ കഷ്ണത്തോടും ഇത് വേറൊന്നിൻ്റെ കഷ്ണത്തോടും തെറ്റായി കൂടിച്ചേരുന്ന അങ്ങനെയുള്ള കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് ഈ ചെറിയ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത്. ഇതാണ് റൗളിയുടെ ന്യൂ കൺസിസ്റ്റൻറ്റ് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഇൻ CML എന്ന് പറഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്ത് 1973. ഇങ്ങനെ കൂടിച്ചേർന്ന ക്രോമസോമുകളുടെ ഇത് ജാനറ്റ് റൗളിക്ക് ഏറ്റവും വലിയ നമ്മുടെ ഭാരത് രത്നയൊക്കെ പോലെയുള്ള അമേരിക്കയിലെ കോൺഗ്രഷണൽ മെഡൽ അതൊന്നും അത് കിട്ടുന്ന ചിത്രമാണ്. ഇത് ഫിഷ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് വഴി അത് കാണിക്കുന്നത്. ഇപ്പോൾ ജനിതക സീക്വൻസുകൾ കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ ഈ 2 കൂടിച്ചേർന്ന സ്ഥലത്ത് ഉള്ള സീക്വൻസ് എന്താണ് എന്ന് കണ്ടെത്തിയപ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേക സീക്വൻസ് ഒരു പുതിയ ജീനായിട്ട് മുറിഞ്ഞു പോയ 2 ജീനുകൾ കൂടിച്ചേർന്നപ്പോൾ അത് മുമ്പത്തേക്കാൾ ശക്തിയുള്ള ഒരു പുതിയ ജീനായി സെല്ലിനെ പെരുകാൻ ശക്തി നൽകുന്ന ഒരു പുതിയ ജീൻ ഇതുവഴി ഉണ്ടാവുന്നു എന്നുള്ള കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് അതിന് ഉള്ള ഒരു മരുന്ന് ഇങ്ങനെയാണെങ്കിൽ ഈ പുതിയ ജീൻ ഈ പെരുകാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം തടയാൻ ഉള്ള മരുന്നുകൾ ഡിസൈൻ ചെയ്ത ഒരു മരുന്നാണ് ഇമാറ്റിനിബ് എന്ന ഒരു മരുന്ന്. പണ്ട് 6-7 കൊല്ലം ജീവിച്ച് മരണം സുനിശ്ചിതമായ രോഗം ഇന്ന് മരിക്കാതെ അനേകം പേര് ഒട്ടേറെ കാലം ജീവിക്കുന്ന ഒരു രോഗമായി മാറി. ഒരു ക്യാൻസറിനെ ചികിത്സിച്ച് ഭേദമാക്കുന്ന കണ്ടുപിടുത്തം പലരും നൽകിയ ശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തമായ സംഭാവനകളിലൂടെ അത് വന്നിട്ടുള്ള ഒരു നേട്ടം എങ്ങനെ മനുഷ്യൻ്റെ ജീവനെ സഹായിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ഒരു ഉദാഹരണമാണ്. നിരവധി ഉദാഹരണങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറയാൻ കഴിയും. ഇമാറ്റിനിബിനെ പറ്റിയുള്ള പഠനം നിർഭാഗ്യവശാൽ അതിൻ്റെ ഒരു മറുപുറം ഇമാറ്റിനിബ് എന്ന് പറഞ്ഞ മരുന്ന് ഉടനെ ഇത് കണ്ടുപിടിച്ച ഉടനെ തന്നെ അത് പേറ്റൻറ്റ് ചെയ്യപ്പെടുകയും ഒരു കമ്പനി ആ പേറ്റൻ്റ് എടുത്ത് വളരെ വലിയ വിലക്ക് അത് വിൽക്കുന്ന ഒരവസ്ഥയും സംജാതമായി. അതിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നോവാർട്ടിസ് എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെ ഉള്ള കേസ് ഈയിടെ വിധി താൽക്കാലികമായിട്ടുള്ളൊരു വിധി വന്നിട്ടുണ്ട് അതിനെതിരെ. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവുകൾ രോഗമില്ലാതാക്കാനും രോഗം നിയന്ത്രിക്കാനുമുള്ള കഴിവുകൾ അപാരമായിട്ടുള്ള ഈ കഴിവുകൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷെ പലപ്പോഴും അത് അങ്ങനെ ചെയ്യാതെ പോകുന്നു എന്നുള്ള വസ്തുത ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ള വസ്തുത കൂടെ നമ്മൾ ശാസ്ത്രം നിലനിന്ന് കാണണമെന്നും ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ മനുഷ്യന് ഗുണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറുവശം കൂടെ കാണാതിരുന്നു. അതെങ്ങനെ ഈ ശാസ്ത്രത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയാം, അതിനെന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നമ്മുടെ ചിന്തയുടെ ഭാഗമായി വരണമെന്ന് മാത്രം അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. എല്ലാ ചോദ്യത്തിനും വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷന് പറ്റും തോന്നുന്നില്ല. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. BCG വാക്സിൻ കണ്ടുപിടിച്ച് അരനൂറ്റാണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ക്ഷയരോഗം ഇന്ന് നിയന്ത്രണ വിധേയമായിട്ടില്ലല്ലോ, എന്തുകൊണ്ട്? BCG വാക്സിൻ മറ്റുള്ള പല വാക്സിൻ പോലെ ഉള്ള അത്രയും ഇഫക്റ്റീവ്നെസ് ഉള്ള വാക്സിൻ അല്ല. ഒരു കാലത്തും ആ BCG വാക്സിൻ പൂർണ്ണമായിട്ടുള്ള ഇഫക്റ്റീവ് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. BCG വാക്സിൻ ഇഫക്റ്റീവ് അല്ല എന്ന് പോലും വാദിക്കുന്ന ശാസ്ത്രരംഗത്ത് തന്നെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് BCG വാക്സിൻ കിട്ടിയ ആൾക്കാർക്ക്
ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് മുതലായിട്ടുള്ള രോഗങ്ങൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വരുന്ന തോത് കുറവാണ് എന്നുള്ള ചില പഠനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് BCG ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. വാക്സിനുകളിൽ മെർക്കുറി അടങ്ങിയിരിക്കുന്നു എന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു പ്രത്യേക പ്രിസർവേറ്റീവിൽ മെർക്കുറിയുടെ വളരെ 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 ചെറിയ ഒരു തോതുണ്ട്. അത് ഒരു വിധത്തിലും ആരോഗ്യത്തിനെ ബാധിക്കുന്നതല്ല. ആ തോതിലുള്ള മെർക്കുറി കണ്ടൻറ്റ് നമ്മുടെ പല കഴിക്കുന്ന ആഹാരങ്ങളിലും ഇതുമൊക്കെ പല വഴിയും നമുക്ക് ശരീരത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിനേക്കാൾ കൂടുതലുള്ള ഈ മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന തോതിലുള്ള മെർക്കുറി അടങ്ങിയിട്ടില്ല. ഇപ്പോൾ മോഡേണായിട്ട് വരുന്ന പല വാക്സിനുകളിലും ഇതുപോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ വാക്സിനേഷൻ ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ടല്ലോ. ഈ കുട്ടികളിൽ എത്ര പേർ വാക്സിനേഷൻ കൊണ്ട് പ്രതിരോധിക്കാമെന്ന് പറയുന്ന രോഗങ്ങൾ ബാധിച്ച് മരിക്കുകയോ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സത്യസന്ധമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? എല്ലാ പഠനങ്ങളും എൻ്റെ അറിവിൽ സത്യസന്ധം തന്നെയാണ്. ഇത് വീണ്ടും ഏതോ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തക്കാരൻ എഴുതിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യസന്ധമായിട്ടുള്ള പഠനങ്ങൾ തന്നെ, ഡാറ്റ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ വളരെ കുറവാണെന്നുള്ളത് ഈ വാക്സിനേഷൻ വേണ്ട എന്നുള്ളതിനല്ല. കാരണം ഇപ്പോൾ കുറവായിരിക്കുന്നത് കാരണം 80% അടുപ്പിച്ച് വാക്സിനേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. എവിടെയെല്ലാം എപ്പോഴെല്ലാം അത് കുറഞ്ഞു വരുന്നു അവിടെയൊക്കെ രോഗം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. വളരെ വളരെ ലളിതമായിട്ടുള്ള യുക്തി പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു. ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ പലപ്പോഴും അതാണ് ചെയ്യുന്നത്. ജനറ്റിക് ആണെന്ന് തോന്നുന്നു രോഗങ്ങൾ പാരമ്പര്യ സ്വഭാവമുള്ള ചികിത്സിച്ച് മാറ്റുവാൻ കഴിയുമോ? ജനറ്റിക് രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാനുള്ള ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നോളജി ഇന്നും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായ ഒരു സക്സസ് ഒന്നും ആയിട്ടില്ല. ഇതിനുള്ള പ്രധാന പ്രശ്നം ഈ ഒരു ജീൻ മുറിച്ച് മാറ്റി അതിന് പകരമുള്ള ഒരു കേടുവന്ന ജീൻ ഉണ്ടെങ്കിൽ അതിന് പകരമുള്ള ജീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഡെലിവറി ചെയ്യാമെന്നുള്ളതിലാണ് പ്രശ്നം എപ്പോഴും നിൽക്കുന്നത്. അത് ചില വൈറസുകൾ വഴി ഡെലിവർ ചെയ്യണോ, മറ്റുള്ള ചില വെഹിക്കിൾ വെച്ച് ഡെലിവർ ചെയ്യണോ മുതലായുള്ള സംഗതികൾ ഉണ്ട്. ഏറ്റവും നൂതനമായിട്ട് വേറൊരു ടെക്നോളജി ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ടെക്നോളജി, രോഗമുള്ള ഭാഗത്തൊരു ജീൻ മുറിച്ച് അതിന് പകരം പുതിയൊരു സാധനം വിളക്കി ചേർക്കാനുള്ളൊരു ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ ആയി വരാൻ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. നാച്ചുറോപ്പതി അശാസ്ത്രീയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിനെ ശാസ്ത്രീയമായി ഒന്ന് വിശദീകരിക്കാമോ? നാച്ചുറോപ്പതി അശാസ്ത്രീയമാണെന്നുള്ളത് എങ്ങനെയാണ് ശാസ്ത്രീയമായി വിശദീകരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അശാസ്ത്രീയമാണ് നാച്ചുറോപ്പതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നാച്ചുറോപ്പതി എന്താണെന്ന് കൃത്യതയില്ല എന്നുള്ളതാണ്. എന്താണ് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ കൃത്യമല്ല. പലരും പല കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ പേരിൽ. എന്താണ് പ്രതിരോധശേഷി? മനുഷ്യനും അവർ വളർത്തുന്ന ജീവികൾക്കും മാത്രം എന്തുകൊണ്ട് പ്രതിരോധം തകരുകയും അസുഖങ്ങൾ വരികയും ഒപ്പം സ്വാഭാവിക ജീവിത രീതി പിന്തുടരുന്ന ജീവികൾക്ക് രോഗം വരുന്നില്ല? ശാസ്ത്രീയ വിശദീകരണം നൽകുക. ഈ എഴുതിയ സുഹൃത്ത് ഒന്ന് ഇൻ്റർനെറ്റിൽ പോയി ടാസ്മാനിയൻ ഡെവിൾ, ഇപ്പോൾ ആ സുഹൃത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കണം. ടാസ്മാനിയൻ ഡെവിൾ എന്ന് ഒന്ന് അടിച്ചു നോക്കൂ. ഓസ്ട്രേലിയയിലുള്ള ടാസ്മാനിയയിലുള്ള ഒരു സ്വാഭാവികമായി ജീവിക്കുന്ന ഒരു ജീവി ആണ് ടാസ്മാനിയൻ ഡെവിൾ. അതിൻ്റെ പ്രതിരോധ ശക്തി ഇൻ്റർബ്രീഡിങ് കാരണമാണ് തോന്നുന്നു. എങ്ങനെ പ്രതിരോധ ശക്തി കുറഞ്ഞു വന്ന് അതിന് വരുന്ന അസുഖങ്ങളെ പറ്റിയും മറ്റും ഒന്ന് ദയവായി വായിച്ചു നോക്കുക. നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. പ്രതിരോധ ശക്തി ആനിമൽസിലും ഒക്കെ ഇല്ലാതാവുന്നത്. മനുഷ്യരിൽ മാത്രം പ്രതിരോധ ശക്തി കുറയുന്നു, മറ്റുള്ളവരിലൊന്നും പ്രതിരോധമില്ല എന്നുള്ളത് തികച്ച വിവരക്കേടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർമാർ, ആശുപത്രികൾ എന്നിവയുടെ എണ്ണം കൂടുമ്പോൾ രോഗം കുറയുകയല്ലേ ചെയ്യേണ്ടത്? ശാസ്ത്രീയമായി വിരുദ്ധമായതുകൊണ്ട് രോഗികൾ ക്രമാതീതമായി ഉയരുന്നു. പുതിയ രോഗങ്ങൾ തന്നെ എന്തുകൊണ്ട് വരുന്നു? പുതിയ രോഗങ്ങൾ വരാനുള്ള പല കാരണങ്ങളുണ്ട്. ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വരവിന് മുമ്പ് 150 വർഷം മുമ്പ്
ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് ഇന്നുള്ള വ്യത്യസ്തത കൂടുതൽ പേര് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഗുണം കൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരിൽ കൂടുതൽ പ്രായം ചെല്ലുന്നവരിൽ ഒക്കെ വരുന്ന പുതിയ രോഗങ്ങൾ മുഴുവൻ അതുകൊണ്ട് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനു മുമ്പ് ഇങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോവാണ് പതിവ്. പണ്ട് ഒരുപാട് പേര് മരിച്ചിരുന്ന ഒരു സമൂഹത്തിൽ 90 വരെ ജീവിച്ചിരുന്ന ഒരാൾക്ക് വളരെയധികം ആരോഗ്യവും അതിജീവന ശേഷിയുമുള്ള ആ ഒരാളെ കാണിച്ച് പണ്ട് ഭയങ്കര കേമമായിരുന്നു, ഇന്നെല്ലാം പോയി എന്ന് പറയുന്നത് വീണ്ടും അത് അനാലിറ്റിക്കൽ പവേഴ്സ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. നമ്മളൊരു സംഗതികൾ അനലൈസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ വേണം കാണാൻ. ഇന്ന് എത്ര പേര് കൂടുതൽ ജീവിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ലോകത്തിലെ ജനസംഖ്യ കൂടി ഇതുവരെ ആയി. കഴിഞ്ഞ ലോകത്തിലെ ജനസംഖ്യ ഇത്രയധികം കൂടിയത് നല്ല കാര്യമൊന്നുമല്ല, നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് കൂടാൻ കാരണമുണ്ടായതെന്താ? മരണങ്ങൾ തടഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. 18ാം നൂറ്റാണ്ട് വരെ എത്രയോ നൂറ്റാണ്ടുകളിൽ ഒരേപോലെ ജനസംഖ്യ നിന്നിരുന്നു. പല സ്ഥലത്തും ജനസംഖ്യ കുറഞ്ഞു പോയി, ആൾക്കാർ അധികം മരിച്ചു പോയിട്ട്. 14ാം നൂറ്റാണ്ടിൽ തുടങ്ങി 16ാം നൂറ്റാണ്ട് വരെയുള്ള പ്ലേഗ് ബാധകളിൽ യൂറോപ്പിലെ ജനസംഖ്യ 1/3 കുറഞ്ഞു. ഇന്ന് പ്ലേഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെപ്റ്റോമൈസിൻ അല്ലെങ്കിൽ ഒരു ഗുളിക കൊണ്ട് മാറ്റാൻ പറ്റുന്ന രോഗമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നാം, അയ്യോ രോഗമെല്ലാം കൂടിപ്പോയല്ലോ. രോഗം കൂടാനുള്ള കാരണങ്ങൾ ഇതാണ്. അത് നേരിടണം എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നു. ശാസ്ത്രീയത എന്ന വാക്ക് അലോപ്പതി മരുന്ന് വ്യവസായത്തിന്, ചികിത്സാ വ്യവസായത്തിന് മാത്രം ഉപയോഗിക്കാൻ പേറ്റൻ്റുള്ള വാക്കാണോ? അലോപ്പതി എന്നുള്ള വാക്ക് തന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല. അലോപ്പതി അല്ല മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസിനെ, അതിൻ്റെ ടൂൾസിനെ, അതിൻ്റെ ചിന്താരീതിയെ ഉപയോഗിക്കുന്ന ശാസ്ത്രമാണ്. ആ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ എല്ലാവരും ആ ടൂളൊക്കെ നേടി ഉപയോഗിക്കുന്നുവെന്നും എനിക്ക് ഒരു അഭിപ്രായവുമില്ല. പലരും അതല്ല ഉപയോഗിക്കുന്നത്. വളരെ ശാസ്ത്രവിരുദ്ധമായ പല രീതിയിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. പലരും തികഞ്ഞ വിവരക്കേടുകൂടെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യന്തികമായിട്ട് മോഡേൺ സയൻസിനെ മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. അലോപ്പതി എന്ന വാക്കിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി ഇതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായി പ്രതിരോധശേഷി നൽകുന്ന ഭക്ഷണം എന്താണാവോ? സ്വാഭാവിക പ്രതിരോധ ശക്തി നൽകുന്ന പ്രത്യേക വല്ല ഭക്ഷണമുണ്ടോ? എൻ്റെ അറിവിലില്ല. ജീവിത രീതികൾ എന്നിവയിലൂടെ പ്രതിരോധശേഷി നേടിയിട്ട് രോഗങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു നാച്ചുറോപ്പതി എങ്ങനെയാണ് അശീർത്തികമാകുന്നത്? ഇതിലുള്ള പ്രധാന പ്രശ്നം, ഈ പ്രതിരോധശേഷി എന്താണെന്ന് ഈ നാച്ചുറോപ്പതിക്കാരൊന്ന് വിവരിച്ചു തന്നാൽ നന്നായിരുന്നു. ഒന്ന് വിശദീകരിച്ചെന്ന് അറിയായിരുന്നു. പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറോപ്പതിക്കാരൻ പ്രസംഗിക്കുന്ന ജേക്കബ് വടക്കഞ്ചേരി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതിരോധശേഷി എന്താണ്? പ്രതിരോധത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ, രക്തത്തിലെ കുറേ അണുക്കളുണ്ട്. അതിൽ ചുവന്ന രക്താണുക്കൾ, റെഡ് സെല്ല്, മറ്റേ സെല്ല്, എല്ലാ സെല്ലും കൂടെ എന്തിനെങ്കിലും വന്നാൽ അതിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ള. ഈ റെഡ് സെല്ല് എന്തിനെങ്കിലും എതിരെ യുദ്ധം ചെയ്യുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. റെഡ് സെല്ലിന് അങ്ങനെയുള്ള യുദ്ധം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പ്രതിരോധശേഷി എന്ന് പഠിക്കണം. അത് പഠിക്കാതെ പ്രതിരോധശേഷി എന്നൊരു വാക്കായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് വെറും ഒരു വായാടിത്തം മാത്രമാണ്. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ ഇതുവരെ അലോപ്പതി പറയുന്നു, മനുഷ്യരെ ധരിപ്പിച്ചിരുന്ന കാര്യം ഇപ്പോൾ മാറ്റം വരുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണോ? മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ സയൻസിൻ്റെ മെത്തേഡാണ്. സയൻസിലെ ഒരു തിയറി മാറി അതിനേക്കാൾ മെച്ചപ്പെട്ട തിയറിയിലേക്ക് പോകും. ചിലപ്പോൾ ചില തിയറികൾ തെറ്റായിരിക്കും. അതേ മെത്തേഡ് ഇതിനും ബാധകമാണ്. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു സാധനം എന്താണെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും അതും ഹൃദ്രോഗവുമായിട്ട് ബന്ധമുണ്ടെന്നും ഒക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അമിതമായ കൊളസ്ട്രോൾ ഉള്ളവരിൽ
അമിതമായ കൊളസ്ട്രോളുള്ള ജനറ്റിക്കായിട്ട് അമിതമായ കൊളസ്ട്രോൾ ഉള്ളവരിൽ വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നത് തന്നെ അതിനുള്ള ഉദാഹരണമാണ്. അമേരിക്കയിൽ നടത്തിയ വളരെ ഒരു പ്രസിദ്ധമായ പഠനം, ഫ്രാമിംഗ്ഹാം സ്റ്റഡി എന്ന പേരിൽ പഠിച്ചതിൽ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരിൽ കൂടുതൽ ഹൃദ്രോഗ മരണങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കുകയും അത് ലോകം മുഴുവൻ അംഗീകരിച്ചുമാണ്. എന്നാൽ പലതരം കൊളസ്ട്രോളുകളുണ്ട്. അതിൽ ഓരോന്നിനും വേണ്ടിയും പ്രവർത്തനം എങ്ങനെയാണ്, HDL എങ്ങനെ പ്രവർത്തിക്കുന്നു, LDL എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വ്യക്തത പിന്നീടാണ് വന്നത്. അതിൽ കൂടുതൽ വ്യക്തത ഇപ്പോൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. അതിൽ അപാകതയായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇത് കേട്ടിട്ട് എനിക്ക് ഓർമ്മ വന്നത്, ഈയിടെ അടുത്ത ഒരു ഹോമിനിഡ് ഫോസിൽ മനുഷ്യ പൂർവികൻ്റെ ഒരു ഫോസിൽ കണ്ടുപിടിച്ചപ്പോൾ ആ ഫോസിൽ കണ്ടുപിടിച്ചപ്പോൾ ഭയങ്കര ഇത് പുതിയൊരു കണ്ടുപിടുത്തം വരുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും പറയില്ല, ആ പണ്ട് പറഞ്ഞ അത് തെറ്റായിരുന്നു, അതിന് പകരം ഇതാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞാൽ മുമ്പത്തെ ഒരു തിയറിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ തലക്കെട്ട് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം, പരിണാമ സിദ്ധാന്തം തകരുന്നു, അങ്ങനെയുള്ളൊരു വിഡിത്തമായിട്ട് എനിക്കിത് തോന്നുന്നുള്ളൂ. ഇത്രയും കാലം മനുഷ്യർ കഴിച്ച മരുന്നുകൾ ആർക്ക് വേണ്ടി എനിക്ക് മനസ്സിലായില്ല. സ്വതന്ത്ര ഗവേഷകർ കുറേ കാലമായി പറഞ്ഞിരുന്ന കാര്യമല്ല ഇപ്പോൾ US സർക്കാർ അംഗീകരിച്ചത്. ഇതെന്തിനെ പറ്റിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് സ്വതന്ത്ര ഗവേഷകർ പറഞ്ഞതല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്ന കൊളസ്ട്രോളുമായിട്ടുള്ള ബന്ധമുള്ള കാര്യമല്ല, ഇത് തെറ്റിദ്ധരിച്ചുള്ള ആണ് കാര്യങ്ങൾ പറയുന്നത്. ഭക്ഷണത്തിൽ കഴിക്കുന്ന കൊളസ്ട്രോളിനെ പറ്റിയാണ്. രക്തത്തിലെ കൊളസ്ട്രോൾ അളവും ഹൃദ്രോഗവും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ രക്തത്തിലെ കൊളസ്ട്രോൾ ഉണ്ടാവുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് എന്താണെന്നുള്ള കാര്യത്തിൽ തർക്കം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഡയബറ്റിസ് മാതിരിയാണ്. പ്രമേഹ രോഗത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുതലുണ്ടാവും. ആ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുതലുള്ളത് നമ്മൾ കൂടുതൽ ഷുഗർ കഴിക്കുന്നതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. അത് നമ്മുടെ ജനറ്റിക്കായിട്ട് ഈ ജനിതകമായി അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കൂടെ നോക്കിയിട്ടാണ്. അപ്പോൾ കൊളസ്ട്രോളിന് സമാനമായ സംഗതിയാണ് വരുന്നത്. അതല്ലാതെ രക്തത്തിലെ കൊളസ്ട്രോളും ഇതും തമ്മിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്നതും ഇതും ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എഴുതിയ സുഹൃത്ത് ദയവായിട്ടൊന്നുകൂടെ അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രോഗ്രാം ഫ്രീ തിങ്കേഴ്സ് ഫോറം പ്ലാറ്റ്ഫോമിലാണെങ്കിലും കേരളത്തിലെ പ്രധാന ശാസ്ത്ര സംഘടന KSSBയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മറുപടിക്കാണ് ചോദ്യം. കേരളത്തിലെ അശാസ്ത്രീയ ചികിത്സാ രീതിയുടെ പ്രചാരകർക്കെതിരെ ഇത്തരം ചെറിയ സദസ്സുകളിലല്ലാതെ ഒരു വ്യാപക പ്രചാരണം സാധ്യമാകില്ലേ? അല്ലാത്ത പക്ഷം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ പ്രചാരണത്തിന് വിധേയരാകില്ലേ? ഇത് ആരാണ് എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് എഴുതിയ സുഹൃത്ത് മുൻകൈ എടുത്തുകൊണ്ട് കൂടുതൽ എല്ലാവരും ഇത് KSSB ഫ്രീ തിങ്കേഴ്സ് ഫോറം ഇങ്ങനെ കുറച്ച് പേര് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല. എല്ലാവരും ഒത്ത് ചേർന്നുകൊണ്ട് നടത്തുന്ന വലിയ പ്രവർത്തനമാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് വലിയൊരു കാര്യത്തിന് വേണ്ടി ഒന്നിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം അത് വേറൊരു ഇതിൽ പറഞ്ഞാൽ ഫാസിസത്തിനെതിരെയുള്ള സമരം, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒന്നിക്കേണ്ട ഒരു ഘട്ടമാണ്. അതേപോലെ തന്നെയാണ് ഇതേപോലെയുള്ള അശാസ്ത്രീയ പ്രവർത്തനങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനവും. ശരി, താങ്ക് യു.